ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് നെക്സ്റ്റ് ഡേ ഞാൻ ഇല്ലാതായി പോയാൽ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയാല്, കുട്ടിക്കാലത്ത് നമ്മുടെ എന്തെങ്കിലും ട്രോമ എന്തെങ്കിലും കാര്യം ജീവിതകാലം മൊത്തം അങ്ങോട്ട് കിടക്കും അല്ലേ? ചോദിക്കട്ടെ, എന്താണ് വെറുപ്പായിരുന്നു? വെറുപ്പും ദേഷ്യവും പെട്ടെന്ന് ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും എനിക്ക് നിന്റെ അമ്മയോട് പ്രണയമില്ല. ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ? ഞാൻ പറഞ്ഞില്ലേ, നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലം റേപ്പും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. കാരണം അവരുടെ മനസ്സിലുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, മനസ്സിലെ ഈ ഒരു വൈകൃതം അല്ലെങ്കിൽ ഈ ഒരു ഒരു കൊച്ചു പയ്യന്റെ മനസ്സിലേക്ക് തീർത്തിട്ട് അയാളെ കൈയൊഴിഞ്ഞു പോകുന്ന സമയത്ത് ആ കുട്ടി അനുഭവിക്കുന്ന ട്രോമയുണ്ട്. ഇപ്പം നമ്മൾ പൈസ ചെലവാക്കിയാല് കടം വരുവോ? ഇത് ഒരു തുറന്ന സംസാരമാണ്, ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു തുറന്ന സംസാരം, ബിയോണ്ട് ബ്ലഡ് ലൈൻ ആണ്. പക്ഷേ ഇതിന്റെ പല ചോദ്യങ്ങളും ഒരു അച്ഛൻ മകനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മകൻ അച്ഛനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ബോക്സിനകത്ത് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കൂടുതൽ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാതെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഞാൻ തന്നെ ചോദിക്കാം, നീ തന്നെ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം. അപ്പം എന്തായാലും ഞാനിപ്പോ 25 years ആയി. അപ്പം 25 years മുമ്പാണ് അച്ഛൻ ആദ്യമായിട്ട് എന്നെ കണ്ടത്. ഇത്രയും സുന്ദരനായിട്ടല്ല എങ്കിൽ പോലും ചെറുതായിട്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പം അതിനു മുമ്പ് കുറേ വർഷം മുമ്പ് അച്ഛനും ഒരു മകനായിരുന്നല്ലോ, അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ മകനിൽ നിന്ന് അച്ഛനൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. മകനിൽ നിന്ന് അച്ഛൻ എന്താ പറയുക, ഒരു ഹസ്ബൻഡായി. അതിനിടയ്ക്ക് ചിലപ്പോൾ ലവേഴ്സ് ഒക്കെ കാണും, ആർക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു അച്ഛനായി അല്ലേ? അച്ഛനായപ്പം ക്ലീശ ചോദ്യം ആയിരിക്കാം മേ ബി. ഓക്കെ, അതായത് അന്നേ അച്ഛന് മേ ബി എക്സൈറ്റഡ് ആയിരുന്നായിരിക്കാം. ഓക്കെ, പക്ഷെ ചിലപ്പോൾ പേടി കാണുമായിരിക്കും. ഓക്കെ, ഒരു ഫസ്റ്റ് ടൈം ഇപ്പം ഈ അച്ഛൻ ഫുൾ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അല്ലേ? അപ്പൊ അച്ഛൻ എന്താണ് തോന്നിയതെന്ന്? ഇത് ക്ലീശ ചോദ്യം പോലല്ല, ക്ലീശ ചോദ്യമാണ്. ഇപ്പൊ സിനിമയിലായ തന്നെ, ലോകത്തിൽ എവിടെ ആയ തന്നെ ആദ്യം ചോദിക്കുന്ന ഒരു അച്ഛനായപ്പോ എന്ത് വികാരമാണ് തോന്നിയത്? എന്നോട് ഒരുപാട് പേടിയും കൊണ്ട് ചോദിച്ചായിരുന്നു. പേടിയാണോ? ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു അച്ഛൻ ആകുന്ന സമയത്ത് പേടി തോന്നില്ല, അതൊരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. ഇപ്പം അതൊരു പ്രോസസ്. ആ ജനിച്ച് വീഴുന്ന ഒരു സമയം മാത്രമല്ല, ഒരു കൺസീവ് ചെയ്യുന്ന സമയം മുതൽ ആ ഒരു 9 മാസം ശിഷ്ട സമയം ഒക്കെ നമുക്ക് ഓരോ ദിവസവും അച്ഛനാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം അതുവരെ ഒരു മതി പറഞ്ഞ പോലെ ഒരു മകനിൽ നിന്ന് ഒരു അച്ഛനാകുന്ന ഒരു പോയിന്റ് വല്ലാത്തൊരു അനുഭൂതിയാണ്. സ്വാഭാവികമായിട്ട് ആ സമയത്ത് നമുക്ക് ഒരിക്കലും പേടി തോന്നുന്നില്ല. പക്ഷെ ദിവസം പോകും തോറും നമുക്കറിയാം, നിന്റെ കുട്ടിക്കാലത്ത് അത്രയും ആശങ്കയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് കുറച്ച് ആശങ്ക, അച്ഛനും അമ്മയ്ക്കും കുറച്ച് ആശങ്ക കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയം എനിക്ക് വല്ലാതെ ഒരു അച്ഛനായ, അതുവരെ മകനായിരുന്നല്ലോ, മകനിൽ നിന്നൊരു അച്ഛനിലേക്ക് വന്ന സമയം. പക്ഷെ എൻ്റെ അച്ഛനത് കാണാൻ പറ്റിയില്ല. അച്ഛൻ ആ സമയത്ത്, നിന്റെ അപ്പൂപ്പൻ ആ സമയത്തേക്ക് പോയിരുന്നു. അപ്പം വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനൊരു അച്ഛനായി എന്ന് പറയുന്ന ഒരു വലിയൊരു സുഖമായിരുന്നത്. വെളിയിൽ അന്ന് ഇറങ്ങുമ്പോൾ ഇന്നലെ വരെ ഇറങ്ങിയതിനെക്കാട്ടി ഒരു പുതിയൊരു കളറുള്ള ഒരു ചിന്തയൊക്കെ ആയിരുന്നു. ഞാൻ അച്ഛനാണല്ലോ, ഒരു പുരുഷൻ പൂർണ്ണതയിലെത്തുകയാണല്ലോ അച്ഛനായി മാറുമ്പോൾ. ശരിയാണ്, വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇനി ഞാൻ ചോദിക്കണം അല്ലേ? ചോദിച്ചോ. അപ്പം സ്വാഭാവികമായിട്ട് ഇത് ചോദിക്കുമ്പോൾ ഒരു മകനായപ്പോൾ നിന്നെ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു ഞാൻ ചോദിക്കില്ല. കാരണം ഈ ശാസ്ത്രം പറയുന്നത് ഓർമ്മകൾ തുടങ്ങുന്നത് ഒരു 4 വയസ്സിന് ശേഷമാണ്. അതുകൊണ്ട് നിന്നെ 4 വയസ്സ് വരെ ഞാൻ എങ്ങനെ വളർത്തിയെന്നുള്ളത് സത്യയ്ക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇന്ന് ഈ പറയുന്ന നിന്റെ ഈ സുന്ദരനായ നിനക്ക് തോന്നലാണത്, ജനിച്ചു വീണ അന്ന് മുതൽ നിന്നെ ഈ ഒരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വന്ന ഒരു യാത്രയുണ്ട്. അതൊരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു വ്യക്തിത്വം മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിന്നെയും മകളെയും വളർത്തിക്കൊണ്ട് വന്നത്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് നെക്സ്റ്റ് ഡേ ഞാൻ ഇല്ലാതായി പോയാൽ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയാൽ സത്യം ശരിക്കും എന്തുവാ ആസ്വദിക്കുമോ? ആ ഒരു കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. സത്യ എനിക്കറിയാം, അത് ഒരു ആ ചോദ്യം വളരെ കടുത്ത ചോദ്യമാണെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു കുടുംബത്തില് മകനോട് ചോദിക്കരുത് അച്ഛനെ ഇല്ലാതായപ്പോ നീ എന്ത് ചെയ്യുന്നു. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിന്റെ ഈ പ്രായത്തില് ഞാൻ ശരിക്കും എൻ്റെ വീട്ടിന്റെ ഒരു ഗുണഭോക്താവ് മാത്രമായിരുന്നു. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അച്ഛനാണ്. അപ്പൊ അച്ഛനില്ലെങ്കിൽ അച്ഛൻ ആ വീടിന്റെ നെടുന്തൂണായിരുന്നു. അമ്മയ്ക്കൊന്നും അറിയില്ല, മറ്റാർക്കും ഒന്നും അറിയില്ല വീട് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അച്ഛൻ വെച്ച് വിളമ്പ് അച്ഛൻ കൊണ്ടു തരുന്നത്, അമ്മ വെച്ച് വിളമ്പത് മാത്രമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം രാവിലെ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ ഞാൻ തിരിച്ചു വരുന്നത് അച്ഛന്റെ ഒരു അവസാന സമയത്താണ്. ആ ഒരു നിമിഷം, ഒരു ഫുൾ സ്റ്റോപ്പിൽ അച്ഛൻ അവസാനിച്ച് തീർന്നപ്പോൾ, ആ ഒരു ആക്സിഡന്റിൽ അച്ഛൻ ഇല്ലാതായി പോയപ്പോൾ എൻ്റെ ജീവിതം കീഴ്മേ മറിഞ്ഞാണ്. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു, എന്തെങ്കിലും അച്ഛൻ ഇതുപോലെ എന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ചോദ്യം എൻ്റെ മനസ്സിൽ കിടന്നു, എവിടെയെങ്കിലും ഒന്ന് പ്രിപ്പറേഷൻ, അടുത്ത സ്റ്റെപ്പിലെങ്കിലും ഈ പ്രിപ്പറേഷൻ ഉണ്ടാവുമായിരുന്നു.
അപ്പം അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ഇതുപോലെ ഞാൻ ഒരു നിമിഷം രാവിലെ സന്തോഷത്തോടെ നമ്മൾ ഇരുന്ന് പെട്ടെന്ന് ഞാനൊന്ന് ഇല്ലാതായി പോയാൽ നീ ശരിക്കും എന്നെ മിസ് ചെയ്യുമോ, അതോ നീ എൻ്റെ ആബ്സെൻസിനെ ആഘോഷിക്കുമോ? വേണ്ട, ഇതിന്റെ ഇല്ല, അത് ആൻസർ ചെയ്യണം സത്യ. കാരണം ഇത് റിയാലിറ്റിയാണ്. നിനക്കത് നീ ഇപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നീ അത് ഒരു വല്ലാതെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് അനുഭവിച്ച് ഞാനോ അല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഒക്കെ അനുഭവിക്കുമ്പോൾ ആ വീട് എന്ത് ചെയ്യണമെന്നറിയാം. അല്ല, നീ സന്തോഷിക്കോ അല്ലെങ്കിൽ ദുഃഖിക്കോ എന്നുള്ളതല്ല, നീ എന്തായിരിക്കും നിന്റെ അടുത്ത സ്റ്റെപ്പ്? ഇനി അച്ഛന് അതിന് ഉത്തരം വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും, അല്ല പറയൂ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇപ്പം ജിക്സോ പസിൽ പോലെയാണെന്ന് വെച്ചോ. അപ്പം അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരിക്കലും ശ്രമിച്ചത് ആ പസിൽസിന്റെ ഓരോ പീസസ് കറക്റ്റായിട്ട് എടുത്ത് വെക്കാനല്ല, ആ പസിൽസ് വെക്കാൻ ഒരു പ്ലാറ്റ്ഫോമാണ് അച്ഛൻ ഉണ്ടാക്കി തന്നത്. ആ പ്ലാറ്റ്ഫോമിൽ അച്ഛൻ്റെ ഐഡിയോളജീസും അച്ഛൻ്റെ തോട്ട്സും അച്ഛൻ്റെ എന്നല്ല വാല്യൂസും എല്ലാമാണ് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ആ തന്ന ഫൗണ്ടേഷൻസും ആ വാല്യൂസും ഐഡിയോളജീസും ഞാൻ മാത്രമല്ല, അഭിരാമിയുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ഛൻ്റെ അനുസരണ ഇല്ലാത്ത ഡൂക്കും ഉണ്ടല്ലോ ഒരു സൈഡിൽ. അപ്പോൾ ഇവരെ എല്ലാവരും ഇതേ വാല്യൂസും ഐഡിയോളജീസും വെച്ചിട്ട് മുന്നോട്ട് പോകും. പിന്നെ അച്ഛൻ ഒരു കാര്യം കൂടെ എന്നോട് എന്നും പറഞ്ഞിട്ടുണ്ട്, ഈ പാസ്റ്റും ഫ്യൂച്ചറും അല്ല നോക്കണ്ട, ഇന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തേക്ക് അതിന് ഉത്തരം അത്രയും മതി. കാരണം ഇന്നത്തേക്ക് നമ്മൾ ഹാപ്പിയാണ്, അതുപോലെ വെറുതെ ആ ചോദ്യത്തിലേക്ക് വീണ്ടും കിടക്കണം. പക്ഷെ അത് പ്രിപ്പയർ ചെയ്തിരിക്കണം സത്യം. ആരായാലും അത് നമുക്കറിയില്ല, ഞാൻ പറഞ്ഞ പോലെ വാട്ട് നെക്സ്റ്റ് അറിയില്ല. പക്ഷെ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട ബാങ്ക് ബാലൻസും നല്ല വിദ്യാഭ്യാസവും മാത്രമല്ല, അടുത്ത നിമിഷം എന്ത് സംഭവിച്ചാലും എന്നെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്തോട് ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ വേണ്ട ഇത്രയും ഹെവിയാണ് ഞാൻ. ഇപ്പൊ നമ്മള് കുറച്ച് ജോളിയായിട്ട് വേണ്ട, ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിക്കാം. എന്തായാലും ഈ ഒരു ചോദ്യം കഴിഞ്ഞ് ഇത്രയും ഹെവി ആയിട്ടുള്ള ചോദ്യം കഴിഞ്ഞ് എനിക്കൊന്ന് പ്രോസസ് ചെയ്യാൻ കുറച്ച് ടൈമാണ്. അപ്പൊ അച്ഛൻ തന്നെ ചോദിക്കും നെക്സ്റ്റ് ചോദ്യം. പിന്നെ ഇതുപോലെ നമ്മൾ ചോദ്യോത്തരം അല്ല, ഇറ്റ്സ് എൻ ഓപ്പൺ ടോക്ക് വിത്ത് ബിയോണ്ട് ബ്ലഡ് ലൈൻ. നമ്മൾ ഒരു സൗഹൃദ സംഭാഷണം, അച്ഛനും മകനും. ഒരു ലൈഫിന്റെ ഞാൻ മകനിൽ നിന്നും അച്ഛനായി, നീ ഇപ്പം മകനായിട്ട് നിൽക്കും, നീ നാളെ അച്ഛനാകും. ഇൻ ബിറ്റ്വീൻ ഒരു ട്രാവലിന് നമ്മുടെ സംസാരം ഉപകരിക്കുമെന്ന് കരുതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് എപ്പോഴും വേദന തോന്നിയൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതായത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചൊരു കാര്യമാണ്, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വലിയ പ്രശ്നമാണ്, നിൻ്റെ അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തിമായിരുന്നു നീ അന്ന് കൊച്ചുകുട്ടിയായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എടുത്തേറും അതുമൊക്കെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റിലായി കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ സമയത്ത് ഇപ്പം സത്യയുടെ മനസ്സിൽ എന്തായിരുന്നു തോന്നിയത്? ആ ഒരു വഴക്ക് സമയത്ത്, ഞങ്ങളുണ്ടായ പ്രശ്നങ്ങൾ സമയത്ത് കുട്ടിയായിരുന്ന സത്യക്ക് എന്താണെന്ന് തോന്നിയത്? അതായത് അന്നത്തെ ടൈം എന്ന് പറയുമ്പോൾ വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, സംസാരം, പിന്നെ വലിച്ചേറ്, അത് പിന്നെ എന്താ പറയുന്നത്, പിന്നെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് അവകാശ സ്ഥാപനമാണ്. അമ്മയുടെ കൂടെ ആരുടെ കൂടെ ഇപ്പൊ ഡൈവോഴ്സ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഞാൻ അച്ഛൻ്റെ കൂടെ വരുമോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ വരുമോ, വലിയ സംസാരമായിരുന്നു. അത് 2 തവണയായിട്ടല്ലായിരുന്നു അങ്ങനെ വന്ന്. അപ്പൊ അന്നേരം ഇതൊക്കെ എന്ന് പറഞ്ഞാല് അന്നേരം ഞാൻ അത്ര മെച്യൂരിറ്റി ഇല്ലാത്ത ചെറിയൊരു സ്റ്റേജ് ആയിരുന്നു. അപ്പൊ എനിക്ക് 2ാമത്തെ തവണ ഓർമ്മയുണ്ട്. ആദ്യത്തെ തവണ ഒരുപാട് ചെറുതായിരുന്നു ഞാൻ. എനിക്കൊന്ന് വളരെ ചെറിയ കൊച്ചായിരുന്ന സമയത്തായിരുന്നു അത് നടന്നത്. 2ാമത്തെ തവണ എനിക്ക് തോന്നുന്നു 2nd സ്റ്റാൻഡേർഡിന്റെ സമ്മർ ബ്രേക്കിലായിരുന്നെന്ന് തോന്നുന്നു ഇത് നടന്നത്. കൂടുതൽ എക്സ്ട്രീം എത്തിയത് ആ ടൈമിലേക്കായിരുന്നു. അപ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സാം ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം പറയുവാണ് നമുക്ക് ഇവിടുന്ന് വിട്ടിട്ട് വേറെ ഇടത്ത് പോവാം. ഒരച്ഛൻ ഒരിടത്ത് നിൽക്കും, അമ്മ ഒരിടത്ത് നിൽക്കും. സ്കൂളിൻ്റെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരുന്നത് നമ്മുടെ ഫാമിലിയുടെ കൂടെയായിരുന്നല്ലോ. കളിച്ചും അച്ഛനോട് സംസാരിച്ചും അമ്മയോട് സംസാരിച്ചും. പെട്ടെന്നൊരു ദിവസം പറയുവാണ് 2 പേരും സ്പ്ലിറ്റായി പോവാന്ന് പറഞ്ഞാൽ ഞാനങ്ങ് എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ആയിരിക്കുമോ അങ്ങോട്ട്? അതോ ഞാനിങ്ങി അച്ഛനെ കാണാൻ വേണ്ടി വീണ്ടും അപ്പോയിൻമെൻറ്റ്, ഡോക്ടറെ എടുക്കുന്ന പോലെ അപ്പോയിൻമെൻറ്റ് എടുക്കണം, അമ്മയെ കാണാൻ വേണ്ടി വേറെ. അപ്പം അത്രയും ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ ഏറ്റവുമായിട്ട് എനിക്ക് സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ 2 പേരും ഒരു സ്ഥലത്തിരുന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർത്താണ്
അല്ലായിരുന്നെങ്കിൽ ഇന്ന് അതായത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ കുട്ടിക്കാലത്ത് നമ്മുടെ എന്തെങ്കിലും ട്രോമ എന്തെങ്കിലും കാര്യം അത് ജീവിതകാലം മൊത്തം അങ്ങോട്ട് കിടക്കും അല്ലേ. പിന്നെ ഇപ്പോഴും ഈ ഒരു പോയിന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് വഴക്കുണ്ടാക്കിയ പോലും അതേ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തിരിച്ച് വരും. അപ്പം അത് അന്നത് ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയായിരുന്നു ചില പോയിന്റുകളിൽ. പക്ഷെ ഇപ്പം നമ്മളതൊക്കെ സെറ്റിൽ ചെയ്ത് സോർട്ട് ചെയ്തിട്ട് ഒരു നമ്മുടെ ചെറിയൊരു റൂഫിൻ്റെ അണ്ടറിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കൊണ്ട് ഹാപ്പി. പക്ഷെ അത് ഇരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള ആ ഒരു മനസ്സച്ഛനും അമ്മയും കാണിച്ചത് ഈ പേടിക്കും അപ്പുറത്തായിട്ട് ഷീൽഡായിട്ട് ഇത് വർക്ക് ചെയ്ത്. കാരണം എൻ്റെ ഫ്യൂച്ചറിലും ഇനിയൊരു ഇതുപോലെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. ലൈക്ക് ദാമ്പത്തിക ജീവിതത്തിൽ മാരേജ് ടൈമിൽ ഹസ്ബൻഡ് വൈഫ് എന്താണെങ്കിലും പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ രണ്ടുപേരും ഡിഫറെൻറ്റ് എന്താ പറയുന്നത്, അച്ഛനാണെങ്കിൽ ഒരു വില്ലേജ് ഗ്രാമപ്രദേശം എന്ന് വന്നു, അമ്മയാണ് ടൗണിൽ നിന്ന് വന്നു. ഒരു ഭയങ്കര ക്ലാഷ് ആയിരുന്നു അല്ലേ. ആ ക്ലാഷിൽ ഞാൻ ആ സമയത്ത് കൊച്ചതായതുകൊണ്ട് എനിക്കത് കാണേണ്ടി വന്നു. പക്ഷേ ആ ക്ലാഷ് ഉണ്ടായാലും അപ്പുറമായിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അത് സോർട്ട് ചെയ്തതും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് എൻ്റെ ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ആ സോർട്ട് ചെയ്യാനുള്ള ഒരു ബ്രഹ്മാസ്ത്രം അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇറ്റ്സ് യുവർ ടേൺ. ഇനി സത്യമാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ 2 ചോദ്യം അടുപ്പിച്ച് ചോദിച്ചു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം ഇച്ചിരി എന്താ പറയുന്നത്, ഞാൻ ചോദിക്കും എന്താണെങ്കിലും ഓപ്പൺ ടോക്ക് ആണല്ലോ അല്ലേ. എന്ത് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അച്ഛൻ കുറച്ചു മുമ്പ് ഈ പ്രശ്നത്തെ പറ്റി എന്റെ ആംഗിളിൽ നിന്ന് ചോദിച്ചു അല്ലേ. അതെ, അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നും ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പോഴും ഞാൻ ചിലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് ചോദിക്കാനുള്ളൊരു സ്പേസ് കിട്ടിയില്ല, ഇന്ന് അച്ഛൻ തന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഈ വഴക്കുകളുടെ ഇടയിൽ എല്ലാം അച്ഛൻ കോംപ്രമൈസ് ചെയ്തു, ഇരുന്ന് സംസാരിച്ചു. ഇതെല്ലാം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണോ കോംപ്രമൈസ് ചെയ്തത്, അതോ ഞങ്ങളെ ഓർത്തിട്ടാണോ കോംപ്രമൈസ് ചെയ്തത്? ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഞാൻ ഒരു ചോദ്യം കൂടെ ഫോർവേഡ് ചെയ്യുവാണെങ്കിൽ ചോദിക്കട്ടെ, ചോദിക്കാൻ പോവാ. ചോദിക്കും ഞാൻ. ഓക്കെ, അതായത് ഞങ്ങൾക്ക് വേണ്ടി അല്ല കോംപ്രമൈസ് ചെയ്തെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും അപ്പുറം ഒരു പ്രണയത്തിന്റെ ആ ഒരു സിമ്പലിന് വേണ്ടിയാണോ ഇതെല്ലാം സാക്രിഫൈസ് ചെയ്തത്, അതോ സ്നേഹം എന്ന് പറയുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നിങ്ങളുടെ ഒരു പാർട്ടാണ് അല്ലേ, ആ പാർട്ടിന് വേണ്ടിയാണോ സാക്രിഫൈസ് ചെയ്തത്? അതായത് സത്യക്ക് 2 ആൻസറാണ് അറിയേണ്ടത്. ഒന്ന്, ഞങ്ങളെ കോംപ്രമൈസ് സാക്രിഫൈസ്, സാക്രിഫൈസ് ചെയ്തതാണോ നിങ്ങൾക്ക് വേണ്ടി? അത് എനിക്ക് ശരിക്കും ചിത്രയോട് സ്നേഹമുണ്ടോ പ്രണയമുണ്ടോ എന്നല്ലേ ചോദ്യം. അതെ, എനിക്ക് നിന്റെ അമ്മയോട് പ്രണയമില്ല, ഇല്ല, ഒട്ടും പ്രണയമില്ല. നിന്റെ അമ്മയ്ക്ക് എന്നോട് പ്രണയമില്ല. പക്ഷെ സ്നേഹം ഞാൻ കാണുന്നതാണല്ലോ. സ്നേഹമുണ്ട്. അത് തന്നെയല്ലേ പ്രണയം? അല്ലല്ല, സ്നേഹം പ്രണയം രണ്ടാണെന്നാണ് എൻ്റെ ഒരു ഡെഫിനിഷൻ, എൻ്റെ വേർഷൻ. അത് ഞാൻ പറയാം. പക്ഷേ നീ ചോദിച്ചത് ഇത് കോംപ്രമൈസ് ആണോ സാക്രിഫൈസ് ആണോ എന്ന് ചോദിച്ചാൽ നീ ചിന്തിച്ചത് 100% ശരിയാണ്. കാരണം ശരിക്കും ആ പിരിയാനുള്ള സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിയത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ പറയാം, ഈ പറഞ്ഞ പോലെ 2 എക്സ്ട്രീമുകളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതായത് അറേഞ്ച്ഡ് മാരേജ് വന്ന ആൾക്കാരാണ്. അന്നത്തെ കാലത്ത് ഇത്രയും വർഷം 26 വർഷം മുമ്പ് കല്യാണം എന്നൊക്കെ പറയുന്നത് വീട്ടുകാർ തമ്മിൽ ആലോചിച്ചാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എനിക്ക് ചിത്രമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പങ്കുവെക്കാനോ ഒന്നും ഒരു സമയം കിട്ടില്ല. ചിത്രയ്ക്ക് എന്നോടും സമയം കിട്ടിയില്ല. ചിത്രയ്ക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ ഒരുപാട് പ്രതീക്ഷകളും മറ്റൊരു തരത്തിലുള്ള ഒരു ദാമ്പത്യമായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ എൻ്റെ ഒരു പ്രതീക്ഷ മറ്റൊരു തരം. ഞാൻ കംപ്ലീറ്റ്ലി ക്രിയേറ്റീവാണ്, ഒരു കലാകാരനാണ്. ചിത്ര നേരെ ഒരു ഓഫീസ് സെറ്റപ്പിൽ വളർന്നതാണ്. അമ്മയും അച്ഛനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാർ, ബന്ധുക്കാരല്ല. ഞാൻ അങ്ങനെയല്ല വളർന്നത്. അപ്പോൾ ഈ 2ഉം കൂടെ ഒരു കൂരയ്ക്ക് അടുത്തെത്തിയ സമയത്ത് ഞങ്ങൾക്ക് വലിയൊരു സഫോക്കേഷൻ ഉണ്ടായി. പലപ്പോഴും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പല ചെറിയ ക്ലാഷുകളുണ്ട്. ഇതൊന്നും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. പക്ഷേ ഇത് ഈ ഒരു പറയുന്ന ഈ പൊരുത്തമില്ലായ്മ, ജാതകത്തിലെ പൊരുത്തം 10 പൊരുത്തത്തിനടുത്തുണ്ടായിരുന്നു. പക്ഷേ മാനസിക പൊരുത്തം ഇല്ലാതെ വന്നുണ്ടായ ക്ലാഷാണ്. പക്ഷേ എവിടെയോ ഞങ്ങൾ തമ്മിൽ കുറച്ച് നന്മകളും മൂല്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നായി, പല ശാരീരികമായിട്ടൊക്കെ ഒന്നായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ജനിച്ചത്. അപ്പോൾ അതിനകത്തൊരു സ്നേഹത്തിന്റെ സംഭവമുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പ്രണയമില്ല. പക്ഷേ അതിനുശേഷം ക്ലാഷ് വന്നു, നീ ഇവിടെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നതിനകത്ത് ശരിക്കും അത് കോംപ്രമൈസും സാക്രിഫൈസും തന്നെയാണെന്ന് ഞാൻ പറയും. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ സാക്രിഫൈസ് ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടുപേരും. അതിനർത്ഥം ഇപ്പോഴും ഞങ്ങൾ ഇപ്പം എന്നോട് നീ ചോദിച്ചില്ലേ പ്രണയവും സ്നേഹവും എന്താണെന്ന്. ശരിക്കും എൻ്റെ ഒരു ഡെഫിനേഷൻ, മറ്റാരെങ്കിലും പല രീതിയിൽ പറയുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാണ്, പ്രണയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാനും ചിത്രയും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ നിമിഷമൊന്നും മറന്നു പോകാറില്ല. അതുപോലെ ചിത്രയ്ക്ക് എന്നോട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ചിത്രമെടുത്തിരിക്കുമ്പോൾ ചിത്രയ്ക്ക് പണ്ടാരം എങ്ങനെയെങ്കിലും പോയിരുന്നെങ്കിലെന്ന് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഒരാളെ നമ്മൾ പ്രണയിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും പറയുകയാണത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ നിന്നെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പ്രണയമല്ലത്. കാരണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ അപ്പോൾ എനിക്ക് വേണ്ടിയാണ് നിന്നെ സ്നേഹിക്കുന്നത്, പ്രണയമല്ല.
പ്രണയം എന്ന് പറയുന്നത് നീ എന്താണോ അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്താണോ അതുപോലെ അതിനെ ഉൾക്കൊള്ളുകയാണ്. അതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ദുഃഖങ്ങൾ എൻ്റെ ദുഃഖങ്ങളാണ്. അതിനോടൊപ്പം ഞാൻ ഇരിക്കുമ്പോൾ എല്ലാം മറന്നുപോകും. ധ്യാനം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലും പലരും പറയാറുണ്ട് 5 മിനിറ്റ് ധ്യാനിച്ചു 10 മിനിറ്റ് ധ്യാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ധ്യാനമല്ല. ധ്യാനം എന്ന് പറയുന്ന സമയത്തിന് അതീതമാണ്, അല്ലേ? സാഹചര്യത്തിന് അതീതമാണ്. നമ്മുടെ സർക്കംസ്റ്റാൻസസ് എല്ലാം മറന്ന്, സമയം മറന്ന്, നമ്മൾ എല്ലാം മറന്നിരിക്കുന്നിടത്താണ് അതൊരു ധ്യാനമാകുന്ന, ഒരു പ്രണയമാകുന്നത്. എനിക്ക് പലപ്പോഴും പ്രണയാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ജോലിയിലേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പരിസരം എല്ലാം മറക്കും. ഒരു സിനിമ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്ന സമയത്ത്, ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അഭിനയിക്കുന്ന സമയത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ മറക്കാറുണ്ട്. അവിടെ അപ്പുറത്ത് നിന്ന് നടക്കുന്ന ഇപ്പുറത്ത് നടക്കുന്ന, മഴ പെയ്യുന്നുണ്ടോ, കൊടുങ്കാറ്റടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ ടയേർഡാകുന്നുണ്ടോ എന്നെല്ലാം മറന്നുള്ള ഇരിപ്പാണ് ശരിക്കും ആ പ്രണയം എന്ന് പറയുന്നത്. അത് ചിത്രയും ഞാനും തമ്മിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം നന്മയുള്ളത് കൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഒന്നിച്ചും നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് തീരുമാനമെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമിക്കുന്നത്. പക്ഷേ ഈ ദിവസം പോകും തോറും ഈ പറയുന്ന ഈ സ്നേഹം കുറച്ചുകൂടെ ദൃഢമാകുന്നുണ്ട്. എനിക്ക് ചിത്രയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ചിത്രയ്ക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് പരസ്പരം ആശ്രയമാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്താ പറയുക സാക്രിഫൈസ് ആണ്, കോംപ്രമൈസ്, ഇതിനെല്ലാം പറയാൻ പറ്റും. പിന്നെ എനിക്ക് മറ്റൊരു ഡെഫിനേഷനുണ്ട്. അത് ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് കല്യാണത്തിന് മുമ്പ് നിനക്കിപ്പം ആരോടെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ നിനക്ക് പ്രണയിക്കാൻ പറ്റും. അല്ലല്ല, പ്രണയിച്ചോളൂ. എത്ര വേണമെങ്കിലും പ്രണയിച്ച് ജീവിതം മുഴുവൻ ആസ്വദിച്ച് ആ ഒരു കാലയളവ് കഴിച്ചു. പക്ഷെ വിവാഹം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്ന് കുറേ കാലം കൂടെ പ്രണയിച്ചു. ആ പ്രണയത്തിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാകേണ്ടത്. ആ ഒരുമിച്ചുള്ള മനസ്സും ശരീരവും ചേർന്നുള്ള സമയത്താണ് കുട്ടികൾ ഉണ്ടാകേണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞ് കുടുംബത്തിന്റെ ഒരു വ്യവസ്ഥിതിയിലേക്ക് വരുന്ന സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, ഉത്തരവാദിത്വത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രണയിക്കരുതെന്ന് പറയും. അല്ലേ? അത് ഇച്ചിരി ക്രൂരമാണല്ലേ? ഭാര്യ ഭർത്താവ് പ്രണയിക്കരുതെന്ന് പറയും. കാരണം ഈ പറയുന്ന പ്രണയം കൂടുന്ന സമയത്ത്, പരസ്പരം മറന്ന് ലയിച്ചിരിക്കുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതായി മാറും. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ, കുട്ടികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ. അക്കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഭാഗ്യവാനും ഭാഗ്യവതിയാണ് അഭിരാമിയും സത്യയും. ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു മനസ്സ്, ഒരു സ്നേഹവും കുടുംബം ഉണ്ടാക്കാനുള്ള ശ്രമവും ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് റൺ ചെയ്യാനുള്ള ശ്രമവുമാണ് നിങ്ങളെ പോലും 2 നല്ല കുട്ടികളെ കിട്ടിയത്. ഓക്കെ, ഇനി അച്ഛൻ്റെ ചോദ്യമാണ് അടുത്തത്. എന്റെ ചോദ്യം ഇത് വലിയൊരു ഹെവി ആൻസർ ആയി പോയി. പക്ഷേ എന്റെ ചോദ്യം നമ്മൾ പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരെ ചോദിക്കട്ടെ. എന്താണ് ഓപ്പൺ ടോക്ക്. ഈ ഞാൻ ഒരുപാട് ഒരു അടച്ചിട്ട മുറിയിലാണ്, കേജ്ഡ് ആയിട്ടുള്ള മുറിയിലാണ് വളർന്നത്. അപ്പം വളർന്ന സമയത്ത് പല കാര്യങ്ങൾക്കും എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. സമപ്രായക്കാരോട് ഇടപെടാൻ എനിക്ക് പറ്റിയിട്ടില്ല. പല കാര്യങ്ങളും തുറന്നു പറയാമല്ലോ. ഇപ്പോൾ ശരീരത്തിനൊരു കൗമാര ദശയിൽ എത്തുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. ഇപ്പം നമുക്ക് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ചോദ്യങ്ങളായിരുന്നു. ഞാനത് ശരീരത്തിൽ സഫോക്കേറ്റ് നടന്നിട്ട് ഇത് തെറ്റാണോ, അതെനിക്ക് അസുഖമാണോ എന്നൊക്കെ തോന്നിയൊരു സമയമുണ്ട്. ഇത് ആരോട് അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല, അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. എന്നെക്കാട്ട് ഒരുപാട് മൂത്തതാണ് ചേട്ടൻ. എനിക്ക് സൗഹൃദങ്ങളില്ല. ഇത് വലിയതായിട്ട് ബുദ്ധിമുട്ടി പലരും എന്നെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. നീ ആ പ്രായത്തെത്തിയപ്പോൾ എനിക്കറിയാം, സ്വാഭാവികമായിട്ട് ഒരു ആൺകുട്ടി വളർന്നു വരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ചിന്തകളുണ്ടാവും, ശരീര വളർച്ചയുടെ ചിന്തകളുണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കൽ നിന്നോട് ചോദിച്ചിരുന്നു, സത്യ നിനക്ക് മസ്റ്റർബേഷൻ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിരുന്നു. ഓർമ്മയുണ്ട്? നീ എന്നോട് വല്ലാതെ ദേഷ്യപ്പെടുകയും പിണങ്ങുകയും കുറെ ദിവസം മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്തു. എനിക്കറിയാം നീ അന്ന് എന്നെ വല്ലാത്തൊരു വൃത്തികെട്ട അച്ഛനായിട്ട് കരുതി, അല്ലേ? എന്റെ കൂട്ടുകാരുടെ അച്ഛനുണ്ട്, അയാളൊന്നും ചോദിക്കാതെ ഇയാളെന്തിനാണ് ചോദിച്ചതെന്ന് ചോദിച്ചില്ലേ? ആ സമയത്ത് നിനക്ക് എന്താണ് വെറുപ്പ് തോന്നിയോ? ഓ, വെറുപ്പും ദേഷ്യവും, പിന്നെ അതുകൂടാതെ ഇരുട്ടിനെ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ട് വെളിയിട്ട് കഥ അടച്ചു. പിന്നെ പ്രേതത്തെ പേടിയാന്ന് പറഞ്ഞപ്പോ എന്തോ ചെയ്തു, ഒരു മാരുതി 800 കാറായിരുന്നു പണ്ടെന്ന് ഞങ്ങള് അച്ഛൻ മാരുതി 800 കാറിനെ കൊണ്ട് രാത്രി 12 മണി 1 മണി സമയത്ത് ശ്മശാനത്തിൽ കൊണ്ടുപോയി കാണിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പറയാം, സത്യക്ക് ഇരുട്ടിനെ വല്ലാതെ പേടിയായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നീ ചോദ്യത്തിന് മറുപടി, നീ ഒളിച്ചോടണ്ട. ഞാനത് നിന്നോടും നീ മാസ്റ്റർബേഷൻ അറിയാമോ എന്ന് ചോദിച്ചത് നിനക്ക് ആ സമയത്ത് തോന്നിയതും ഇപ്പം തോന്നി നമ്മളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു. അന്നതൊരു ചോദിച്ചപ്പോൾ അച്ഛനോട് വെറുപ്പും ദേഷ്യവും, കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ എനിക്ക് തോന്നുന്നില്ല അച്ഛന്മാരിങ്ങനെയൊക്കെ ചോദിച്ച് കാണുമോയെന്ന്. അപ്പം ഇത് ആദ്യം കേട്ടപ്പോൾ എനിക്ക്, കാരണം ഇതൊരു സൊസൈറ്റിയിലൊരു ടാബു ടോപ്പിക്കാണ്, വല്ലാത്തൊരു ടോപ്പിക്, ആരും ടച്ച് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ വീണ്ടും എനിക്കൊന്ന് സെക്സ് എഡ്യൂക്കേഷന് വേണ്ടി ആൾക്കാരൊക്കെ വന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്.
പേരൻസ് പറഞ്ഞു തരുന്നത് ഈസ് വെരി റയർ. ഇന്നും അങ്ങനെ ഒന്നും കുട്ടികൾ പറഞ്ഞു അറിവില്ലായ്മയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കുറച്ച് കടന്നു പോയപ്പോഴത്തേക്കും എന്റെ മനസ്സിലുള്ള ഒരു വലിയൊരു ചെയിൻ ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്ന വലിയൊരു ഇതും പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെയാണ് അച്ഛൻ പറഞ്ഞു തന്നപ്പോഴാണ് അതൊരു ചെയിൻ ബ്രേക്ക് ആയി അങ്ങ്. ഇത് സാധാരണ ഒരു കാര്യമാണ്. അത് ഗുണമായിരുന്നത്. അതെപ്പോഴാണ് തിരിച്ചറിഞ്ഞത് നിനക്ക് ഞാൻ പറഞ്ഞത് ഗുണമാണെന്ന്? ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ അച്ഛൻ ചോദിച്ചപ്പോ റെട്രോസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോ ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുമ്പോ ദേഷ്യവും വെറുപ്പൊന്നും ഇല്ല. അന്ന് ഒരു പക്ഷെ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്കത് ഇത് പറയുമ്പോ പോലും ഒരു അയ്യേ നാണക്കേട്. ശരിക്കും പേരൻസ് ശരിക്കും മക്കളോടൊരു ഫ്രണ്ടായിട്ട് ഇടപെടുന്നത് നല്ലതല്ലേ? അതെ. അപ്പൊ നീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇപ്പം നിന്റെ മനസ്സിൽ ഇരിപ്പുണ്ട് അതല്ലേ. ഇപ്പം ഇരുട്ടിനെ ഭയങ്കര പേടിയായിരുന്നു. ഇരുട്ടിനെ പേടിയായ സമയത്ത് എനിക്കറിയാം, ഞാൻ അതിനെക്കാട്ടി പേടിയുള്ള ആളായിരുന്നു. ഇരുട്ട്, പ്രേതം, ഭൂതം, പിശാചുകളൊക്കെ വല്ലാത്ത പേടിയായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ച ആളാണ് ഞാൻ. ഇതെനിക്ക് ഒറ്റയ്ക്കൊരു മുറിയിലായിരുന്നു, അച്ഛനും അമ്മയും മുറിയിൽ, മറ്റേരുടെ മുറിയിൽ. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് കിടന്ന, പട്ടി ഒലിയിടുന്ന സമയത്ത് ഞാൻ പുതച്ചു മൂടി, ചെവി വിരലിട്ട്, ഇടിമിന്നലിനെ പേടി, ഇരുട്ടിനെ പേടി, എല്ലാം പേടിച്ച് നടന്ന സമയത്ത് നിനക്കും അറിയാം, ആ സമയത്ത് നിനക്ക് ഇരുട്ടിനെ പേടി വന്നപ്പം ഞാൻ കണ്ടതാണ്, ഭയം എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കാൻ നമ്മൾ ആ ഭയത്തെ ഫേസ് ചെയ്താൽ മതി. അങ്ങനെ ഇവനൊരു ഇരുട്ടിനെ പേടിയുള്ള ഇവനെ ഞാൻ ഒരു രാത്രിയിൽ കൂരിട്ട് സമയത്ത്, അന്നൊരു അമാവാസിയായിരുന്നു, അമാവാസിയിൽ അന്ന് രാത്രി ഇരുട്ടിന് തന്ന ഇവനെ ഞാൻ വെളിയിൽ കൊണ്ടിട്ട് കഥ അടച്ചു. പക്ഷെ നീ വിചാരിച്ചു ഞാൻ കഥ അടച്ച് ഞാൻ സേഫ് ആയിട്ടിരിക്കുകയാണ്. അല്ല, ഞാൻ നിന്റെ തൊട്ടപ്പുറത്ത് ഈ ഭിത്തിയുടെ ഇപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു, നിന്നെ ജനലിൽ കൂടെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പേടിച്ച് കരഞ്ഞ് അവസാനം ആ പേടിയില്ല, ഇരുട്ട് ഒന്നുമില്ല, ഇരുട്ട് നിന്നെ തിന്നില്ല എന്ന് ബോധ്യമായതിനു ശേഷം നീ പേടിച്ചോ? ഇല്ല. അതുപോലെ പിശാചിനെ പേടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവനെ ഞങ്ങളുടെ അടുത്തൊരു ശ്മശാനത്തിൽ രാത്രി 12 മണി 1 മണിയായപ്പോൾ കൊണ്ടുപോയി ശ്മശാനത്തിന്റെ വാതിൽ കുറച്ച് തുറന്നു കിടക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന്. ഇവന് ഒരുപാട് ഭയന്ന് ഇവൻ വിചാരിച്ചിരുന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അന്ന് രാത്രി 12 മണിക്ക് വെള്ളിയാഴ്ച ദിവസം അല്ലേ പ്രേതങ്ങൾ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രേതം ഇറങ്ങിയില്ല. പിന്നെ നീ പ്രേതത്തെ പേടിച്ചിട്ടുണ്ടോ? അപ്പൊ നീ വിചാരിച്ച അന്ന് നിനക്ക് കിട്ടിയൊരു പാഠം എന്ന് പറയുന്നത്, നമ്മളെ ഭയം എന്തിനുണ്ടാവുന്നു, നമ്മൾ അതിനെ ഫേസ് ചെയ്താൽ, എന്ത് ഭയമോ പ്രശ്നങ്ങളെ ഫേസ് ചെയ്താൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മൾ എത്രമാത്രം ഇന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം അത് നമ്മളിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ശരിയല്ലേ? അതെ. ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, അതായത് അതുകൂടെ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ചോദിക്കുവാണ്. ഇപ്പൊ ഞാൻ വളർന്നു വന്ന ടൈമില്, അതായത് ഞാനും അഭിരാമിയും വളർന്നു വന്ന ടൈമില് നമ്മുടെ വീട്ടില് അച്ഛൻ കഥകളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. കഥകളില്ല, അലമാരിക്ക് എന്തോ ലോക്കറുകളില്ല, ഫോണിന്റെ പാസ്വേഡ് ആണെങ്കിൽ പോലും അച്ഛൻ പറഞ്ഞുതരും, അച്ഛന്റെ പാസ്വേഡ് ഇതാണ്, ഇതിന്റെ പാസ്വേഡ് ഇതാണ്, വല്ല ഓപ്പൺ ആയിരുന്നു. ഓക്കെ, അത് എന്താ പറയുന്നത്, എനിക്ക് അന്ന് മുതലേ ചോദിക്കണം എന്ന് വെച്ചായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളിത് ചെയ്തത്. പക്ഷെ ഇന്നും എനിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എനിക്കും അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ എൻ്റെ ഫോണിന്റെ പാസ്വേഡ് അച്ഛനറിയാം, എൻ്റെ ബാങ്കിന്റെ ഇത് എല്ലാം അച്ഛനറിയാം, എല്ലാം നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അത് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ? ഞാൻ പറഞ്ഞില്ലേ, നീ വിചാരിച്ചിട്ടല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഞാൻ ഒരിക്കലും ഇങ്ങനെ നിന്നോട് സംസാരിക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ 10 പേരോട് സംസാരിക്കാൻ പറ്റുമെന്നോ, ഇങ്ങനെയുള്ളൊക്കെ മോട്ടിവേഷണൽ വീഡിയോ ഇടാൻ പറ്റുമെന്നോ, 10,000 പേരുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ അത്ര ഡിപ്രൈവ്ഡ് ആയിരുന്നു. ഒരാൾ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ബോധം കെട്ടു പോകുന്ന സമയമായിരുന്നു. അപ്പം എല്ലാത്തിനും കാരണം എനിക്ക് ലോക്ക് ഇട്ടതാണ്, ഈ കേജ്ഡ് ആയതാണ്. ഇപ്പം എൻ്റെ ജനനേന്ദ്രിയത്തിൽ, എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ കൊച്ചിലെ പിടിച്ചാൽ പറയാം, ഇച്ചീച്ചി തൊട്ട് പോരും നീ, അത് നിന്നെ ഉമ്മാക്കം വന്ന് പിടിക്കുമെന്ന് പറയും. അപ്പം എന്തോ ഒരു പ്രശ്നമാണെന്ന് കരുതിയതാണ്. എൻ്റെ വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു. ഈ പശുക്കളെ മേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ആ സമയത്ത് അച്ഛന് നമ്മുടെ അടുത്തൊരു കാളെ ഒരാളെ കൊണ്ടുവരുമായിരുന്നു. ഈ കാള നമ്മുടെ ജംഗ്ഷനിൽ എത്തുമ്പോഴേ എന്നെ പിടിച്ച് മുറിക്കാത്തൊരു കഥ കടയ്ക്കും. അപ്പം അവർ വിചാരിക്കുന്ന കുട്ടികളല്ലേ ഒരു മൂലയ്ക്ക് കിടന്നോട്ടെ, ഇത് പറഞ്ഞ് അവൻ ശ്രദ്ധിക്കത്തില്ല എന്ന് കരുതി. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തതും ഞങ്ങളൊപ്പം ഈ വഴക്കൊക്കെ നിന്റെ മനസ്സിൽ ഇപ്പോഴൊരു ട്രോമയായിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ കാര്യങ്ങൾ എന്നിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പം എല്ലാത്തിനും കാര്യം ലോക്കാണ്. നമ്മുടെ ഒരു ആവശ്യമില്ലാതെ വീടിനകത്തെല്ലാം ലോക്കുകളാണ്. നമ്മൾ ഈ ഒരു വീടിനകത്ത് 4ഉം 10ഉം മുറിയും പണിയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ മനുഷ്യർ തമ്മിലുള്ള ഒരു വലിയൊരു അകൽച്ചയാണ്. പ്രൈവറ്റ് സമയത്ത് മുറികൾക്ക് വാതിലൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ തീരുമാനിച്ചിരുന്നു, എനിക്ക് കുട്ടികളാവുന്ന സമയത്ത്, അവരെ വളർത്തുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് പറ്റിയ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, വാതിലുകൾ വേണ്ടെന്ന് വെച്ചു. വീടിനുള്ളിൽ നമ്മുടെ അച്ഛൻ്റെ ഞങ്ങളുടെ മുറിയിൽ വാതിൽ മാത്രമായിരുന്നു വാതിൽ, പക്ഷെ അതുപോലെ നമ്മൾ തുറന്നിട്ടു. പക്ഷെ കുട്ടികളുടെ ഒന്നും മുറികൾ വാതിലുകൾ ഇല്ലാതെ വെച്ചു. പക്ഷെ ആ ഒരു സുരക്ഷിതത്വം എന്ന് പറയാം, ഞാൻ ആ മുറി കിടന്നാലും എൻ്റെ അച്ഛനും അമ്മയും തൊട്ടപ്പുറത്തുണ്ടെന്നുള്ള തോന്നലുണ്ട് അല്ലേ. പിന്നെ ഒന്നും അവർ വെച്ചു പൂട്ടുന്നില്ല, അവരുടെ മൊബൈലിൽ രഹസ്യങ്ങളില്ല, അവർക്ക് കണക്ക് ബുക്കുകളില്ല, അവർക്ക് അലമാരിക്ക് ലോക്കില്ല എന്ന് വന്നപ്പോൾ നിന്റെ മനസ്സിൽ നിന്ന് അൺലോക്കായില്ലേ. നിനക്ക് നിന്റെ കൂടെ വരുന്ന ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ശരിയല്ലേ അവരെ. അപ്പൊ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠമായിട്ട് നിനക്ക് വരുന്നൊരു ഫാമിലിയും നീ എന്ത് ചെയ്യും, ആ കുട്ടികളെ നിന്റെ പാർട്ടായിട്ട് വളർത്തും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ഞാൻ ബലമായിട്ട് നിങ്ങളെ മോൾഡ് ചെയ്യാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് വിചാരിച്ചതാണ്. മനസ്സിലായി. ഇനി ചോദ്യം നിന്റെയാ? അല്ല, ഞാൻ ചോദിച്ചപ്പോ കഥ എന്റെയാണോ? ഓക്കെ.
എനിക്ക് ചോദ്യങ്ങൾ കിട്ടുന്നില്ല, കാരണം ഇങ്ങനെ ഓപ്പൺ. എന്താണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം? സിമ്പിൾ ചോദ്യം. വെള്ളം അടിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. അതിന്റെ ആവശ്യം ഡ്രഗ്സ് ഇല്ല. കഞ്ചാവ് ഇല്ല. അതെന്താ? ഇത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതൊന്നും, കാരണം ഞാനിതൊക്കെ ചെയ്യുന്ന ആളായിരുന്നു, അതുകൊണ്ട് കഞ്ചാവ് വെള്ളം അടിക്കാറുണ്ടായിരുന്നു, സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ തോന്നാറില്ല. കാരണം ഇതൊരു, എനിക്ക് വെറുപ്പൊന്നുമില്ല ഒന്നിനോടും. എന്താ പറയുന്നത്, ഇപ്പം മദ്യപാനം ഭയങ്കര വലിയ ഇതാണ്, ഭയങ്കര ഡേഞ്ചറാണ്, ഓക്കെ. അല്ല, എനിക്ക് ഇതിനോട് വെറുപ്പൊന്നുമില്ല. എനിക്കത് അതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. അതായത് ഒന്നാമത്തെ കാര്യം, ഈ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാര് വെള്ളം അടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ എന്റെ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രേമനൈരാശ്യം. ഇല്ലാതെ ഉണ്ട്. ഇപ്പൊ സപ്പോർട്ട് സിസ്റ്റം ഇല്ല, എന്തെങ്കിലും വിഷം വരും അടിക്കുന്നവരുണ്ട്, കാഷ്വൽ ഡ്രിങ്കേഴ്സ് ഉണ്ട്, മറ്റേ ചുമ്മാ തുടങ്ങുന്നവരുണ്ട്. ചുമ്മാ നിനക്ക് ഈ ഓഫീസ് സ്ട്രെസ് കഴിയുമ്പോൾ അടിക്കരുത്. എന്തിന്? എനിക്ക് സ്ട്രെസ്സിന് എന്തെങ്കിലും പ്രശ്നം എനിക്ക് ഇവിടെ വിളിച്ച് പറയാമല്ലോ. എന്തിനാ പിന്നെ ഒരു വേറൊരു എക്സ്റ്റേണൽ എലമെന്റിൽ പോയി ഡിപ്പെൻഡ് ആവുന്നതിന്റെ ആവശ്യം എന്തിനാണ്? ഞാൻ അതിനെ വലിയൊരു, എന്താ പറയുന്ന, വലിയൊരു സാധനമായിട്ടൊരു ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് അടിക്കുന്നവരുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, വെള്ളം അടിക്കുന്നവരുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. എനിക്ക് ഞാൻ പണ്ട് ഈ ഫോൺ ഒരുപാട് കാണുമായിരുന്നു, ലൈംഗിക വീഡിയോകൾ, എന്താ പറയുന്നത്, നഗ്ന വീഡിയോസ് ഒക്കെ. അന്നൊക്കെ ചെറിയ പുസ്തകങ്ങള്, ചെറിയ VHS കാസറ്റ്. നീ അങ്ങനെ വല്ല ശീലമുണ്ടോ? ഫോൺ തുറന്നു പറയണം. ഓപ്പൺ ടോക്ക്. അത് കാണുന്നവർക്ക് കാണാം. നീ കാണുന്നുണ്ടോ? നിനക്കത് എങ്ങനെയാണ്? നീ അതിനെ കൺസീവ് ചെയ്യുക? നിന്റെ കോൺസെപ്റ്റ് എന്താണ്? അല്ല, കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അതിലാണ് ഒരു മനുഷ്യന്റെ സുഖം. മറ്റൊരാളുടെ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലാണ് ഒരാളുടെ സുഖം എന്ന് ചിന്തിക്കുന്നത് ഒരു മാനസിക. മെയിൻ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഞാൻ പറയാം. എന്താ പറയുന്നത്, ഇതിന്റെ അകത്തൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നത്, എസ്പെഷ്യലി എന്താ പറയുന്നത്, ഈ ലൈക്ക് എന്താ വുമൺ ഒരു ഓറിയന്റ് കാണിച്ചിരിക്കുന്നത് അവരെ ഒരു ടൂൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നത് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് സോ അതത്ര നല്ലൊരു കാര്യമാണെന്ന്. കാരണം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അവരുടെ ചിന്തകൾ. കാണുന്ന അങ്ങനെ രീതിയിൽ എന്താ പറയുന്നത്, സ്ത്രീകളെ ടൂളായിട്ട് കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് മെയിൻലി ഈ റേപ്പും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. കാരണം അവരുടെ മനസ്സിലുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ അല്ലാതെ എന്താ പറയുന്ന ആർട്ടായിട്ട് കാണിക്കുന്ന ഇപ്പോൾ സിനിമകളിലും ഒരുപാട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ അച്ഛൻ എഴുതുന്ന പുതിയ നോവലിനും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈഫിൽ ഓറിയന്റഡ് ആയിട്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒരു ആർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരിക്കലും ഒരു സ്ത്രീയെ എക്യുപ്മെന്റ് ആയിട്ടാണോ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ എവിടെ അങ്ങനെ കാണിച്ചിട്ട് പോണോഗ്രഫി, അശ്ലീലം കാണിക്കുന്നു, അത് വളരെ തെറ്റാന്നാണ് ഞാൻ പറയുന്നത്. അത് ശരിയാ. കാരണം എന്താ വെച്ചാൽ ലൈംഗികത എന്ന് പറഞ്ഞ കുറച്ചും പറഞ്ഞാൽ പ്രണയത്തിന്റെ പ്രോഡക്റ്റ് ആണ്. അത് വെറുതെ ഒരു ഇതെല്ലാം കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെടുന്നതാണ്. ഒരു സ്ത്രീയെ ടൂളാക്കിയിട്ട് അതിന്റെ ലെങ്ത് എത്രമാത്രം വലിച്ചു നീട്ടി, ഇത് ശരിക്കും പറഞ്ഞാൽ റോ സെക്സ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. അതെ, ഇപ്പൊ കാണുന്ന ഒരാൾ കരുതും സെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്ര ലോങ് ഡ്യൂറേഷൻ ഉള്ള ഒരു കാര്യമാണെന്നൊക്കെ കരുതി അങ്ങനത്തെയുള്ള രീതിയിൽ ടൂളായിട്ട് കാണിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും, ടൂൾ എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ രീതി കാണിക്കുന്നത് വളരെ തെറ്റാണ്. ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ തുറന്ന് സംസാരിക്കാനും ഒരു സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു പ്ലാറ്റ്ഫോം തുറക്കാനും ശ്രമിക്കുമ്പോൾ കുട്ടികൾ ഈ രീതിയിലേക്ക് മാറുന്നതല്ലേ ശരിക്കും? നിന്റെ ചോദ്യം അടുത്ത എന്റെ ചോദ്യം അല്ലല്ലോ. അതെ, ഞാനിപ്പോ അടുപ്പിച്ചിട്ട് എത്ര ചോദിച്ചേ? ഓക്കെ, എന്നാ ഇത്രയും അച്ഛൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചോദിക്കാം. നമ്മുടെ ഫസ്റ്റ് സിനിമയെ പറ്റി ഞാൻ ചോദിക്കാം. ഓക്കെ, മൈ ലൈഫ് പാർട്ട്ണർ. അത് ഡീൽ ചെയ്ത സബ്ജക്ട് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ സബ്ജക്ട്. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹോമോസെക്ഷുവാലിറ്റിയെ ടച്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ. ടച്ച് ചെയ്തിട്ടല്ല, ഹോമോസെക്ഷൽ സിനിമയാണ് ആയിരുന്നു. ഒരാൾ ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ലീഡ് ആക്ടറും ഒരു പ്രോപ്പർ ഗേ ആയിട്ടുള്ള ഒരാളും പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വൈഫ് ക്യാരക്ടറും കൂടെ വരുന്ന ആ ഒരു മാനസിക തലത്തിലാണ് അച്ഛൻ ഡീൽ ചെയ്തത്. ആലോചിച്ച് നോക്കണം, അത്രയും ഒരു മാനസിക തലത്തിൽ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവരെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക് എടുത്തത്? കാരണം ഇങ്ങനൊരു ടോപ്പിക് ഇത്രയും ഡീപ്പായിട്ട് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം എന്തെങ്കിലും അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നു, എന്തെങ്കിലും. അങ്ങനല്ല ഞാൻ ചോദിച്ചത്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഫിലിം ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, മൾട്ടിപ്പിൾ അവാർഡ്സ് അതിന് കിട്ടിയിട്ടുണ്ട്, മൾട്ടിപ്പിൾ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്, വളരെ പ്രൊനൗൺഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. വളരെ അതിഗംഭീരമായിട്ടുള്ള ഫിലിമാണ്. ആൻഡ് അച്ഛൻ്റെ എല്ലാ ക്രിയേറ്റിവിറ്റിയിലും ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഈച്ച് ആൻഡ് എവറി വൺ ടച്ചസ് സംതിങ് ഡീപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഇത് എന്തുകൊണ്ട് ഫസ്റ്റ് ഫിലിമായിട്ട് അച്ഛൻ എടുത്തു എന്നാണ് ഞാൻ ചോദിച്ചത്. അച്ഛൻ എന്തെല്ലാം ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിമായിട്ട് എടുക്കാൻ? ഞാൻ തുറന്നു പറയുന്ന ആളാണ്. അത് ഞാൻ തുറന്നു പറയുന്നത് എന്നെ മാർക്കറ്റ് ചെയ്യാനൊന്നുമല്ല, അത് മറ്റുള്ളവർക്ക് പാഠമാകണമെന്ന് കരുതിയാണ്.
ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നൊരു സബ്ജക്ട് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള ഹോമോസെക്ഷൽസ് ഉണ്ട്. ഒന്ന് ബയോളജിക്കലി ഹോമോസെക്ഷൽസ് ഉണ്ട്, ഒന്ന് സർക്കംസ്റ്റാൻസസ് കൊണ്ട് ഹോമോസെക്ഷുവാലിറ്റി ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. സർക്കംസ്റ്റാൻസസ് കൊണ്ട് ഹോമോസെക്ഷുവാലിറ്റി ജീവിതത്തിലേക്ക് വന്ന ആൾക്കാരെ അഡ്രസ്സ് ചെയ്തൊരു സിനിമയാണ്. ശരിക്കും ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു നാർസിസത്തെ ബേസ് ചെയ്തുള്ള സിനിമയാണ്. നാർസിസിസ്റ്റ് ഒരു ക്യാരക്ടർ പ്രൊട്ടാഗണിസ്റ്റ് ആക്കിയുള്ള സിനിമയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു എലമെന്റ് ആയിരുന്നു ഹോമോസെക്ഷുവാലിറ്റി. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കണ്ട ഹോമോസെക്ഷുവാലിറ്റി കുട്ടികൾക്കിടയിൽ വന്ന ഒരു ഹോമോസെക്ഷൽ അറ്റ്മോസ്ഫിയറാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ടു ബി ഫ്രാങ്ക് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു 6-7 വയസ്സ് സമയത്ത് ഞാനിത് എൻ്റെ ലൈഫിൽ അനുഭവിച്ചതാണ്. സ്വവർഗ പ്രണയമല്ല, ഹോമോസെക്ഷുവാലിറ്റി, രതി, സെക്സ് ഞാൻ അനുഭവിച്ചതാണ്. അതായത് ഇപ്പം നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്. നമ്മളിപ്പോൾ അഭിരാമിയും സത്യമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന അഭിരാമി പെൺകുട്ടിയാണ്, അതുകൊണ്ട് ആരെങ്കിലും അവരെ ഒരു ബാഡ് ടച്ച് ഗുഡ് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ അതിനേക്കാട്ടിൽ അപകടകരമായ ഒരു സാഹചര്യമാണ് ആൺകുട്ടികൾ നേരിടുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ബന്ധു എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ അകല ഒരു ബന്ധത്തിന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഒരു ഐഡന്റിഫിക്കേഷൻ ഒന്നും തരുന്നില്ല. അദ്ദേഹം ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു. അന്ന് അച്ഛൻ വീട്ടിൽ എല്ലാവരും തോന്നി. അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ല 6-7 പഠിക്കുന്ന സമയം കണ്ടാണ്. അപ്പം ഇദ്ദേഹം അന്ന് വന്നു, എന്നെ എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പം ഇദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്വവർഗ രതിയുടെ ആളായിരുന്നിരിക്കാം, ഒരു ഗേയോ ബൈസെക്ഷലോ ആയിരുന്നിരിക്കാം. വളരെ മാൻലി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നന്നായിട്ട് മുറുക്കുന്ന ഒരാളാണ്. എനിക്കടെ മുഖമൊന്നും ഇപ്പം വ്യക്തമായിട്ട് ഓർമ്മയില്ല, ഞാൻ വെറുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖമാണ്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് പുള്ളി പറഞ്ഞു ഇന്ന് പോകാൻ വണ്ടിയില്ല, ഇന്നത്തെ പെട്ടെന്ന് വണ്ടി കിട്ടുന്നത്, പുള്ളി വണ്ടിയിലൊന്നും അല്ലെന്ന് തോന്നുന്നു വന്ന് വണ്ടി ഇതില്ല, അപ്പോൾ അവിടെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ശരിക്കും ചൂസ് ചെയ്ത് എൻ്റെ കൂടെ കിടക്കാനാണ്. മോൻ്റെ കൂടെ കിടക്കാമല്ലോ, ഞാൻ കൊച്ചു പയ്യനല്ലേ, അയാൾ വലിയ മുതിർന്ന ഒരാളല്ലേ, അയാൾ നല്ല പ്രായമുണ്ട്, 10-40 വയസ്സോളം ഉള്ള ഒരാളായിരുന്നു തോന്നുന്നു, നല്ല പ്രായമുണ്ട്. അപ്പോൾ പുള്ളി അന്ന് അവിടെ കിടന്നിട്ട് പുള്ളി ശരിക്കും എന്നെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. പുള്ളിയുടെ മനസ്സിലെ ഈ ഒരു വൈകൃതം അല്ലെങ്കിൽ ഈ ഒരു രതി ഒരു കൊച്ചു പയ്യൻ്റെ മനസ്സിലേക്ക് തീർത്തിട്ട് അയാളെ കൈയൊഴിഞ്ഞു പോകുന്ന സമയത്ത് ആ കുട്ടി അനുഭവിക്കുന്ന ട്രോമയുണ്ട്. കാരണം ഒരു ഓറിയന്റേഷൻ സമയമാണ്, ഒരു വളർച്ചയിൽ എന്താണ് ലൈംഗികത, എന്താണ് സെക്സ് എന്ന് അറിയാനുള്ള ഒരു ത്വരയുള്ള സമയമാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. ഇത് മനസ്സിലേക്ക് നമുക്ക് ഒരു തെറ്റായ ധാരണ കൊണ്ടിട്ട് അന്ന് രാത്രി ഉറങ്ങാതെ ഞാൻ വെളിയിൽ ഇറങ്ങിപ്പോയി, വെളിയിൽ പോയി കിടന്ന് ഞാൻ രാത്രി ഇരുട്ടിനെ പേടിയുള്ള ഞാൻ ആ ഇരുട്ടത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് പിറ്റേ ദിവസം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റും, ഭയങ്കര പ്രശ്നം, ഛർദ്ദിക്കാൻ വരുന്നു, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു എനിക്കത്. എനിക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരുന്നു അത്. കാരണം മുറുക്കാൻ്റെ മണം എനിക്കിപ്പോഴും വലിയ പ്രശ്നമായി. അങ്ങനെ ഒത്തിരി കാലം ഇതെനിക്കൊരു എൻ്റെ മനസ്സിൽ ഇത് കിടന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടത്തുമല്ലോ. അങ്ങനെ കുറേ കാലം ഇത് എൻ്റെ ലൈഫിലേക്ക് ഒരു ഇൻക്ലിനേഷൻ ആയിരുന്നു. പക്ഷേ കാലം പോയി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇടപെട്ട് നമ്മളിത് അറിയാനുള്ള ഒരു ആഗ്രഹം വരും. കുട്ടികളിൽ ഇങ്ങനെ ഒരുപാട് പേർക്കുണ്ടെന്ന് എനിക്കിത് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു നാർസിസിസം എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് ഈ ഒരു ചെറിയ എലമെന്റ്, ആ കഥയിൽ വരുന്ന ഒരു ചെറിയ എലമെന്റിനെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പല ഡേറ്റിംഗ് സൈറ്റുകളിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പല ഡേറ്റിംഗ് സൈറ്റുകളിലും എന്നെ അറിയുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും. ഇപ്പോൾ ഡേറ്റിംഗ് ആയിട്ട് ഇവരെ പോയി കണ്ട് ഇവരുടെ ഇടപെട്ട് സമയം ചെലവഴിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കരുതി നമ്മൾ കണ്ട ഒരു മേഖലയല്ല ഇത്. ഇതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ഒളിച്ചും പാത്തുമൊക്കെ ഇതിനകത്ത് ജീവിക്കുന്നുണ്ട്, പല കുടുംബങ്ങളിലുമുണ്ട്. അങ്ങനെ ആ സിനിമയെ ആ ഒരു ഇതിലൂടെ കണ്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു ഡയലോഗാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ആ സിനിമ ഞാൻ എഴുതിയത്. പക്ഷേ ഇതൊക്കെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടതും ഇങ്ങനെയുള്ള സ്വവർഗ പ്രണയിനികളെയും സ്വവർഗരതി ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ നല്ല പുണ്യാളം വെച്ചല്ല പറയുന്നത്, ഇതെനിക്കൊന്ന് അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു സൊസൈറ്റിയിലെ ഒരു അൺടച്ച്ഡ് ഒരു സെക്ഷൻസിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ചെയ്തത്. ഒരു വലിയൊരു സൈക്യാട്രിസ്റ്റിനെ പോയി ഇതെല്ലാം കൊണ്ട് കാണിച്ച് ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അദ്ദേഹം കൂടെ അതിനൊരു ശാസ്ത്രീയ തലം തന്ന് ഒരു നമ്മുടെ ഈ മതപരമായിട്ടുള്ള ഒരു അതിരുകളൊക്കെ നോക്കി എടുത്തൊരു സിനിമയാണ്. സത്യത്തിലെ സിനിമ ഒരു ഒതന്റിക് സിനിമയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അതിനകത്ത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സുധീർ നായറിന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, നിങ്ങൾ പലതും തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോയി കുട്ടിക്കാലത്ത് പോയി പലതും തിരുത്തുന്നൊരു ഡയലോഗുണ്ട്. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന സ്വവർഗരതിയുടെ കൈപ്പേറിയ അനുഭവം ഞാൻ അനുഭവിച്ചുകൊണ്ടും സമാനമായ ഒരുപാട് പേരുടെ ലൈഫ് ഇപ്പോഴും ഇതിനകത്ത് പുറത്തു പറയാൻ നിൽക്കുന്നതുകൊണ്ടും ഞാൻ എടുത്തൊരു സിനിമയാണ്. ഞാൻ മറ്റൊരു സിനിമ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മൾ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഓരോ മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധിക്കണം. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആരായാലും ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് വെച്ച് നോക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ കൺസേൺ ആയിരുന്നു എൻ്റെ ഒരു സമയത്ത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നിന്നോട് അങ്ങനെ ചോദിച്ചത്. അങ്ങനെ നിന്നെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അത് നീ അറിയാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു പേരൻറ്റിൻ്റെ കടമയാണ്. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ആൻസർ. അടുത്ത ചോദ്യം ഭയങ്കര ഹെവി ആൻസർ ഇതും. ഓക്കെ, സത്യനാരായണൻ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഇവന്റെ പ്രണയത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ തന്നെ പറയട്ടെ. ആ പെൺകുട്ടിയോട് നിനക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, എനിക്കറിയാം. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇൻഡയറക്ട്ലി, ഞാൻ വായിച്ചിരുന്നു. അപ്പൊ നീ പറഞ്ഞ സമയത്ത് നീ പലപ്പോഴും പണ്ട്
പണ്ട് വളരെ പണ്ടാണ്. പക്ഷെ നീ എന്തായാലും ChatGPT ഒക്കെ വന്നതിന് ശേഷമാണ്. നീ അപ്പം ഒരു ദിവസം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞതാണ് ഇൻഡയറക്ട്ലി, പറഞ്ഞില്ല, പറഞ്ഞ സമയത്ത് ഞാനാണ് നിന്നെ സജസ്റ്റ് ചെയ്ത്, മോനെ നീ ഒരു കാര്യം ചെയ്യും, മനസ്സിലൊന്നും വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ഒരു കുട്ടിയെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കണം. അതുകൊണ്ട് നീ വെറുതെ അങ്ങോട്ട് പ്രണയം നടിച്ചുകൊണ്ട് നടക്കാതെ നീ എപ്പോഴും അത് കണ്ടെത്തണം, അത് കുട്ടിക്ക് നിന്നോടൊരു യെസ് ഉണ്ടോ എന്ന്. ഞാൻ നിന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സത്യമോനെ ഒരു കാര്യം ചെയ്യും, നീ ചെന്ന പെൺകുട്ടിയോട് നിന്നെ പ്രണയം പറയാൻ, അല്ല പറയണം പ്രണയം പറയാൻ പറയും. പണ്ട് ഞങ്ങളൊക്കെ പ്രണയലേഖനം എഴുതുമായിരുന്നു. പിന്നെ എന്ത് രസമെന്നറിയാം, കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി നമ്മൾ ചോദിക്കും, നീ എടാ എന്താണ് എഴുതേണ്ടത്? അപ്പം പറയാം, നീ ഇല്ലാത്ത ജീവിതം അങ്ങനെയാണ്, ഉപ്പില്ലാത്ത കഞ്ഞി പോലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. വല്ലാത്ത സാഹിത്യ ഭാഷയൊക്കെ ചേർത്ത് പ്രണയലേഖനം എഴുതുന്നത്. അപ്പം നീ എന്ത് ചെയ്തു? നിന്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ അവരും പറയുന്ന ഈ ഒരു ഒറ്റ വഴിയാണ്, എന്ത്? ChatGPTയോട് ചോദിക്കാൻ. അപ്പം നീ ചെന്ന് ChatGPTയോട് ചോദിച്ചു, ChatGPT എനിക്കൊരു കുട്ടിയോട് ചെറിയൊരു അടുപ്പമുണ്ട്, അപ്പം ഞാൻ അതിനോട് നീ തുറന്ന് പറയാൻ ഏത് ഭാഷ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. നീ നേരിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ChatGPT എത്ര ഫോറിനേഴ്സിനെയും ഇംഗ്ലീഷുകാരെയൊക്കെ കണ്ടു നടക്കുന്ന ChatGPTക്ക് അറിയാവുന്ന ഒരു വാക്കുണ്ട്, ഏതാ? അതൊരു കുഴപ്പമില്ലാത്ത ഗൂഗിളിൽ തന്നെ നോക്കിയാൽ എന്തോ. അതെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ വാക്ക് ChatGPT പറഞ്ഞു, നീ ഒരു കാര്യം 26-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഡേറ്റിങ്ങിന് വരൂ പെൺകുട്ടി, പെൺകുട്ടിയുടെ പേര് പറയട്ടെ, പേര് പറഞ്ഞിട്ട് ChatGPT പറഞ്ഞു കൊടുത്തു. അതെ, ChatGPT പറഞ്ഞു കൊടുത്തു, 25-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഡേറ്റിങ്ങിന് വരൂ, നമുക്ക് അന്ന് അവിടെ ഇരിക്കാവുന്നു. ഇത് ഇവൻ അയച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്, ഡേറ്റിംഗ് ഭാഷ അയച്ചു കഴിഞ്ഞിട്ട്. അതൊരു മോശം ഭാഷയാണെന്ന് ഞാൻ പറയുന്നില്ല, ഡേറ്റിംഗ് മോശം ഭാഷയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഒരു വാക്ക്, ഒരു ഭാഷയോ, ഒരു നോട്ടവോ, ഒരു ചലനവോ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നിടത്താണ് അതിന്റെ മീനിങ് ഇരിക്കുന്നത്. പക്ഷെ നീ അയച്ച പെൺകുട്ടി ആ ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിൽ വളർന്ന പെൺകുട്ടിയായതുകൊണ്ട് ഡേറ്റിംഗ് എന്ന വാക്കിനെ വളരെ മോശമായി എടുക്കുകയും നിന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇവൻ വിഷമത്തിൽ പറഞ്ഞു, അച്ഛാ ആ വാക്കിന് എന്താണ് ഒരു മിസ്റ്റേക്ക്, അതിന് ശേഷം ആ കുട്ടി എന്നോട് സൗഹൃദം പോലും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ഈ ഡേറ്റിംഗ് അതേ മെസ്സേജ് നിന്റെ പെങ്ങളോട് ചോദിക്കുക. ഏതെങ്കിലും ആൺകുട്ടികൾ പെങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അവളെ എടുത്ത വായി പറഞ്ഞു, അച്ഛാ ചേട്ടാ എനിക്കാണ് ഞാൻ അയക്കുന്നതെങ്കിൽ എനിക്കത് ആ വാക്കിനെ ഞാൻ വളർന്ന സാഹചര്യം വെച്ചിട്ട് മോശമായിട്ട് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും സത്യ, നീ ചെയ്തതിനെ കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? ഇപ്പം ഞാൻ അതിനോട് ചോദിച്ചത് നമ്മുടെ ഈ ChatGPT LLMs പോലെ ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഞാൻ അനലൈസ് ചെയ്തില്ല. ലൈക്ക് ഞാൻ അവിടെ നിന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് അതുപോലെ തന്നെ തിരിച്ചയച്ചു കൊടുത്തു. അത് ഞാൻ അവിടെ നിന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അതയച്ചത് എളുപ്പമാർഗം ചെയ്ത് തേടിപ്പോയതാണ്. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ ഒരാൾ നോ പറയുവാണെങ്കിൽ നമ്മളത് പിന്നെ നോ ഇസ് എ നോ. അത് അച്ഛനും അമ്മയും എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരാളിപ്പോൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് വേണ്ട, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അല്ല, അത് ഓരോ പേരൻസും മക്കളെ പഠിപ്പിക്കേണ്ട കാര്യം, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നാം, അത് ഇഷ്ടം നമുക്ക് തോന്നും. ഇഷ്ടം ഈ പറഞ്ഞ പ്രണയം, സ്നേഹമല്ല പ്രണയം തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല തോന്നുന്ന സമയത്ത് അതൊരു വൈരാഗ്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് പുരുഷനെ ഇഷ്ടപ്പെട്ടില്ല നോ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൾ മറ്റു കാര്യങ്ങളിൽ നോ പറഞ്ഞാൽ ഉടനെ നമ്മൾ അതിനെ പിടിച്ചു പറിച്ചെടുക്കാനല്ല ശ്രമിക്കേണ്ടത്. എന്തായാലും അതാ നമ്മൾ നീ പറഞ്ഞ പോലെ നോ നോ പറഞ്ഞാല് ഒരാൾ നോ പറഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം താല്പര്യം ഇല്ല എന്നൊരു കുട്ടി പറയുവാണെങ്കിൽ നമ്മളോടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരുപക്ഷെ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഐ ക്യാൻ ആസ്ക്, താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അവിടെ. നിന്റെ ചോദ്യം അടുത്തതല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്കിലും പറഞ്ഞിട്ടുണ്ട്, ഞാനും കണ്ടതാണത്. നമ്മള് പൈസക്ക് പ്രശ്നം ഒരുപാടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ആദ്യം നമ്മുടെ കാർ ഉണ്ടായിരുന്നു, കാറ് വിറ്റായിരുന്നു നമുക്ക് ഈ കടമൊക്കെ കയറിയപ്പോഴത്തേക്കും. ഇപ്പം അത് മാറ്റാനായിട്ട് ഇപ്പം നമ്മൾ റിക്കവർ ആയി അത് കംപ്ലീറ്റ്ലി. അപ്പം ഇതിൻ്റെയൊക്കെ കാരണം ഇപ്പം എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും പിശിക്കുന്ന കളിയാക്കത്തില്ലേ. അപ്പം മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേടി കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ പൈസ ചിലവാക്കിയാൽ കടം വരുമോ, കടമെടുക്കാറില്ല ഞാൻ. അപ്പം മറ്റേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പോലും ഞാൻ വളരെ കറക്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്, ബിൽസൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്യും, എല്ലാം കറക്റ്റാണ്. അപ്പം ഈ ഒരു പേടി കിടക്കുന്നതുകൊണ്ട് പൈസ ചിലവാക്കാൻ എനിക്കൊരു ഭയമുണ്ട്, ഭയങ്കരമായിട്ട് ഭയമുണ്ട്. അപ്പം അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടത്തിന് തുടക്കം കാരണം എന്തെങ്കിലും എവിടുന്നാണ് തുടങ്ങിയത് നമ്മുടെ ഈ ഒരു പൈസ? ഞാൻ ഫിനാൻഷ്യലി ഇപ്പോഴും നീ എന്നെക്കാട്ടി ഒരുപാട് റിച്ച് ആണ്. ഇപ്പം എനിക്ക് എന്നെക്കാട്ടി ശമ്പളം കൃത്യമായിട്ട് അതിനെ ട്രാക്ക് ചെയ്തൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ സത്യം എനിക്ക് പറ്റിപ്പോയത് വീണ്ടും ഞാൻ ബാല്യകാലത്തിലേക്ക് മടങ്ങി വരും.
കാരണം നമ്മൾ ഈ കുട്ടികൾ ഇപ്പം നിനക്ക് എന്താണ് ഇങ്ങനെ ഇപ്പം ഫിനാൻഷ്യലി സ്റ്റേബിളായി പോകാനും പൈസ കൃത്യമായിട്ട് വൈസ്ലി ഉപയോഗിക്കാൻ തീരുമാനിച്ചത്? നീ കണ്ട സാഹചര്യങ്ങളാണ്. ഒരിക്കലും നിന്നെ പൈസയ്ക്ക് വേണ്ടി നിനക്ക് തരാതിരുന്നിട്ടില്ല. നിനക്ക് ആവശ്യങ്ങൾ നടന്നിട്ടുണ്ട്. നീ പറയാതെ പോലും നിനക്ക് പൈസ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ടൂളാണ് നിനക്ക് ചെറുപ്പത്തിലെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും. എനിക്ക് കുട്ടിക്കാലത്ത് ഒരു ചെറിയൊരു ആവശ്യം, ഒരു ഐസ് ടിക്ക് മേടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് 10 പൈസ 20 പൈസയും 50 പൈസയൊക്കെയാണ്. അതുപോലും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛനമ്മയെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അത്. അവർക്ക് പൈസ എന്നൊരു ഭയമാണ്. ഇപ്പോൾ മറ്റു കുട്ടികൾ ഒരു 5 രൂപയുടെ എന്തെങ്കിലും 50 പൈസയുടെ സാധനം മേടിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാതെ വന്നപ്പം ഞാൻ അടുത്തൊരാളിൽ കടം വാങ്ങാൻ തുടങ്ങി. സ്കൂളിൽ ഇങ്ങനെ പിള്ളേർ പിരിച്ച് ടീച്ചേഴ്സ് എൻ്റെ ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് പൈസ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൈസ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഉപകരണമായിട്ട് എനിക്ക് തോന്നിയത്. എന്നെ പലരും കളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പൈസ കൃത്യമായിട്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതൊക്കെ എനിക്ക് വന്ന ഒരു വളർച്ചയിൽ വന്നതാണ്. അതുകൊണ്ടാണ് നിനക്ക് ശമ്പളം കിട്ടിയ ഉടനെ നിനക്ക് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്യാനും നിന്റെ പൈസ നമ്മൾ കൈ കൊണ്ട് തൊടാൻ നീ വീട്ടിൽ സഹായിക്കുന്നതല്ലാതെ ഞാൻ കൈ കൊണ്ട് തൊടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ആ ഒരു സംഭവം ഞാൻ അനുഭവിച്ചാണ്. അപ്പോൾ അവിടെയും ആ ചൈൽഡ്ഹുഡിൽ സമയത്ത് ആ ഒരു വളർത്തലിൽ മണി മാനേജ്മെൻറ്റ് കുട്ടികൾക്ക് പഠിപ്പിക്കാതെ പോയത്, അറിയാതെ പോയതാണ് എനിക്ക് പറ്റിയ വലിയൊരു പാളിച്ച. അതും എൻ്റെ മിസ്റ്റേക്കായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ആ മിസ്റ്റേക്കുകളാണ് ഞാൻ തിരുത്താനായിട്ട് പലപ്പോഴും നിങ്ങളെ ശ്രമിച്ചത്. പിന്നെ ഇപ്പം ഞാൻ തുടക്കത്തിലെ ഞാൻ ഇല്ലാതായി പോയാൽ എന്ത് ചെയ്യുമെന്ന് വരുമ്പോൾ നീ പെട്ടെന്ന് ഇതായിപ്പോയി. അതുപോലെ തന്നെ ഒരു ചോദ്യം നിന്നോട് ചോദിക്കുകയാണ്. ഞാൻ ഈ അടുത്തിടെ ഷൂട്ട് ചെയ്ത ടോക്കൺ നമ്പർ എന്നൊരു സിനിമ ഒരു വൃദ്ധസദനത്തിലാണ് കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. അവിടെ ഞാൻ ഒരുപാട് അറിഞ്ഞ കാര്യങ്ങളുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ചെറുപ്പകാലത്തൊക്കെ നന്നായി ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ യൗവനത്തിലൊക്കെ ദാമ്പത്യമൊക്കെ നന്നായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ പലരും മക്കളെ നന്നായിട്ട് വളർത്തിയിട്ട് അവസാനം അവരെ കൊണ്ട് നോക്കാൻ പറ്റാഞ്ഞിട്ട് വൃദ്ധസദനത്തിലാക്കിയിരിക്കും. മക്കളൊക്കെ കാനഡയിലും ഓസ്ട്രേലിയയിലും UK അമേരിക്കയിലും ഒക്കെയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നീ പറഞ്ഞിവിടെ ജീവിതത്തിൽ ഞാൻ സാക്രിഫൈസ്, ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ അമ്മയും ഞാനും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് ജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരാണ്. ഈ പ്രായമാവുന്ന സമയത്ത് ഒരു തളർച്ചയുടെ പക്കത്തെത്തുമ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ ഈ മക്കളുടെ സാമീപ്യമുള്ള വേണ്ട സമയത്ത് നിങ്ങൾ ഞങ്ങളെയും കൊണ്ട് വൃദ്ധസദനത്തിലാക്കുമോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഞാൻ വേറൊരു ആംഗിളൂടെ പറയാം ആക്ച്വലി ചോദിച്ച ചോദ്യത്തിന്റെ. അപ്പം ഇപ്പം പറയുന്നുണ്ട്, ഇപ്പം പുതിയ ജനറേഷനിലെ ആൾക്കാർ ഇപ്പം മറ്റേ ഫോറിനിലൊക്കെ നിൽക്കുവാണെങ്കിൽ അവരെ ഇപ്പം പേരൻസിനെയൊക്കെ എന്താ പറയുന്നത് വിളിച്ചാൽ ഉടനെ പോകത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം അച്ഛൻ പറഞ്ഞതിൽ വെച്ച് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലത്ത് നമുക്ക് ടെക്നോളജി ഒന്നും വളരാത്ത ടൈമിലേക്ക്, ഇപ്പം ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ഇവോൾവ് ചെയ്യുന്ന ടൈമിലേക്ക്, എസ്പെഷ്യലി കേരളത്തിലൊക്കെ വരുന്ന ടൈമിൽ ഇന്നത്തെ അത്രയും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇന്നത്തെ അത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം അന്ന് ഒരു പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ടെക്നോളജി ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ട് അടുത്ത് വരേണ്ടി വരും. പക്ഷെ ഇന്നത്തെ ടൈമിൽ എന്ന് പറയുമ്പോൾ ടെക്നോളജി ഒക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആണ്. അപ്പം മെഡിക്കൽ കാര്യങ്ങളിലും എല്ലാം അവിടെ നിന്നാണെങ്കിലും വരാം. പക്ഷെ എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും കൂടെ കാണും. കാരണം വേറൊന്നും കൊണ്ടുമല്ല, കാരണം ഇതെൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഓക്കെ, ഞാൻ കൊച്ചിലെ എനിക്കൊരു പനി വരുമ്പോഴോ ഒരു എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ, എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ, അല്ലെങ്കിൽ ഇതുപോലെ ഹാർട്ട് ബ്രേക്സ് എന്തെങ്കിലും വരുമ്പോഴോ, എല്ലാത്തിനും എൻ്റെ പേരൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാൻ എപ്പോഴും കൂടെ കാണും. പക്ഷേ എനിക്ക് ഈ ഒരു ആംഗിളും കൂടെ എന്ന് പറയണമെന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതായത് ജോലി തേടി പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ നോക്കി മക്കളെ പറയുന്നിടത്ത് പോയി കഴിഞ്ഞോണ്ട് അത് നീ ഒരു കാര്യം മനസ്സിലാക്കണേ, മക്കൾക്ക് വേണ്ടിയാണ് ഒരു മേജർ പോർഷൻസിലും പേരൻസ് കളയുന്നത്. പക്ഷെ അവർക്ക് വേണ്ടത് ഇപ്പൊ ടെക്നോളജിയുടെ സപ്പോർട്ടൊന്നുമല്ല. മൂക്കിലും വായിലും ഒക്കെ കത്തീറ്റർ കയറ്റിയിട്ട് അല്ലെങ്കിൽ വെന്റിലേറ്റർ കയറ്റിട്ട് ശ്വാസം പിടിച്ച് നിർത്തുന്ന മകന്റെയോ മകളുടെയോ പൈസയല്ല വേണ്ടത്, അവരുടെ സാമീപ്യമാണ്. ഞാൻ അതാ പറഞ്ഞ എന്റെ കാര്യം അങ്ങനല്ല. കാരണം ഞാൻ ഇവിടെ കാണും. പക്ഷേ ഞാൻ പറഞ്ഞ ആംഗിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനൊരു ഡിഫറൻസ് രണ്ട് ജനറേഷനിൽ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, സംടൈംസ് നമുക്ക് ഈ ജോലി ടൈമിൽ എന്ന് പറയുന്ന ഒരുപാട് പ്രഷറുണ്ട്. നമുക്ക് ഒരുപാട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് മാനേജ്മെന്റിൽ നിന്ന് പ്രഷർ കാണും, അവിടെ നിന്ന് പ്രഷർ കാണും. അപ്പോൾ ഈ പ്രഷറിന്റെ കൂട്ടത്തിൽ മറ്റെന്താ പറയുക, ഫാമിലിയിൽ നിന്ന് ഒരു പ്രഷർ വരുമ്പം സംടൈംസ് അണ്ടർസ്റ്റാൻഡ്മെന്റ് ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് പിന്നെയും ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം കമ്പാരിറ്റീവ്ലി ഒരുപാട് വർക്ക് പ്രഷറുള്ള കൂട്ടത്തിലുള്ള ജനറേഷൻ. എനിക്കത് മനസ്സിലാവും. നീ പറഞ്ഞ പോയിന്റ് വളരെ റെലവെന്റ് ആണ്. കാരണം പേരൻസ് എപ്പോഴും ഒരു പ്രായമാകുമ്പോൾ കുഞ്ഞു മനസ്സിലേക്ക് വന്നിട്ട് അവര് എൻ്റെ കുട്ടികൾ ചേർന്നിരിക്കുന്നു വിചാരിക്കുമ്പോഴും ചെറുപ്പക്കാർക്കും ഉണ്ട് ശരി അവരുടെ വർക്ക് പ്രഷർ, അവരുടെ മറ്റ് ഒരുപാട് പണ്ടത്തിനോട്ടല്ലല്ലോ, ഇന്ന് ഒരുപാട് പ്രഷറോടുകൂടിയാണ് പ്രത്യേകിച്ച് IT പ്രൊഫഷണലൊക്കെ ജീവിക്കുന്നത്. ശരിയാണ്. പക്ഷെ എന്നാലും ആഗ്രഹിച്ചു പോകും. ഇപ്പം നീ ഒരു ദിവസം വരാൻ താമസിച്ചാൽ, പണ്ട് ഞാൻ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ചിന്തിച്ചു വന്ന്
ചിന്തിച്ചിരുന്നത് ഇപ്പം ചിന്തിക്കുന്നത്. നീ വരാൻ താമസിച്ചാൽ, നീ വിളിച്ചില്ലെങ്കിലൊക്കെ ഒരു ചെറിയൊരു നൊമ്പരമൊക്കെ തോന്നുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന മക്കളെന്ന് പറയുന്ന അവരുടെ എല്ലാമായി കണ്ടിട്ടായിരിക്കും. എനിവേ അതോ മേ ബി ഞാനും വലുതായി ഒരു പ്രായമായി കഴിയുമ്പോൾ എനിക്ക് ഇതുപോലെ ഇതായിട്ട് തന്നെ കഴിക്കും. കാരണം അത് അങ്ങനെയാണല്ലോ, ജനറേഷൻസ് കോസ് ഓൺ. വീണ്ടും അടുത്ത ജനറേഷൻ വരുമ്പോൾ വീണ്ടും അഡ്വാൻസ്മെന്റ് വരും. ഇതിനേക്കാളും അടുത്ത ലെവലിലേക്കായിരിക്കും അടുത്തത് വരുന്നത്. ഈവൻ ജെൻ ആൽഫാസ് അവർ വലുതാകുമ്പോൾ അടുത്തത് വരും. സോ ജനറേഷൻ ഗ്യാപ്പ് എപ്പോഴും കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട്. അടുത്ത ചോദ്യം സത്യയുടെയാണ്. അതായത് ഈ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് അല്ലേ, ഇപ്പൊ അച്ഛനോട് എന്തും പറയാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്തെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ ഷെയർ ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പൊ അച്ഛനും അതുപോലെ ഒരു ജഡ്ജ് ചെയ്യാത്ത രീതിയിലേക്ക് സംസാരിക്കും, കളിയാക്കും. പക്ഷെ എന്തായാലും പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് മുമ്പ് ഒരു 15 വയസ്സ് വരെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിരുന്നു അച്ഛൻ. വഴക്ക് പറയുമായിരുന്നു, അട്ടിക്കുമായിരുന്നു, വെളിയിൽ കിടത്തുമായിരുന്നു, ഇറങ്ങിപ്പോക്കോളാന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ 18 വയസ്സായപ്പോഴത്തേക്ക് ഇത് കുറഞ്ഞ് വഴക്ക് കുറച്ചിൽ മാത്രമായി. പിന്നെ ഉള്ള ടൈമിൽ എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ടായിട്ട് മാറി. ഈ ഒരു ട്രാൻസിഷൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു ട്രാൻസിഷൻ അച്ഛൻ ഡിസൈഡ് ചെയ്തത്? അച്ഛന് ഒരു തന്ത വൈബുള്ള ഒരു ഫാദർ ആയിരുന്നല്ലോ. തന്ത വൈബിന്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് രണ്ടും ഉണ്ടായിരുന്നു. പിന്നത്തുള്ള ഫേസ് ഇത് രണ്ടും മാറി കൂൾ ഡാഡായി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു 3 ഫേസിൽ കൂടെ 3 ഫേസ് കൂടല്ല സത്യം. എന്റെ ജീവിതം ഞാൻ വെൽ പ്ലാൻഡ് ആയിരുന്നു പോയത്. എന്നെക്കാട്ടി കൂടുതൽ, എന്നെ ശ്രദ്ധിക്കാത്ത കൂടുതൽ ഒരു കുടുംബം എന്നൊരു വ്യവസ്ഥയ്ക്ക് ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കേജ്ഡ് ആയിട്ടാണ് വളർത്തിയത്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ബാല്യകൗമാരങ്ങളാണ്. അപ്പോൾ ബാല്യകൗമാരങ്ങളിലാണ് നീ വളർന്നു വന്നത്, ആ ഒരു പ്രായത്തിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നിന്നെ ഒരു ഇപ്പം ചാണക്യനൊക്കെ പറയുന്ന പോലെ നമ്മൾ ആ സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വളർത്തണം മക്കളെ. അടിക്കേണ്ട അടുത്ത് അടിച്ച് വളർത്തി തിരുത്തി തന്നെ പോകണം. ഇപ്പം തീയെ പിടിക്കാൻ ചെല്ലുമ്പോൾ തീ പിടിച്ചോ മോനെ നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. തീയെ പിടിച്ച് അടി കൊടുക്കണം. പല തെറ്റുകളും നീ ചെയ്തപ്പോൾ നിന്നെ അടിച്ചിട്ടുണ്ട്, ഇരുട്ടിനെ പേടി മാറ്റിയിട്ടുണ്ട്, ശ്മശാനത്തിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു സമയം വരെ, ഒരു 14-15 വയസ്സ് വരെ മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പിന്നെ മനസ്സിലായി ഇനി എനിക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു അന്തരീക്ഷം വേണ്ട. കാരണം ശരിക്കും നീ അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നീ വളരുന്നതോടൊപ്പം ശരിക്കും വളർന്നത് ഞാനാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ കൗമാരങ്ങൾ നിന്നിലൂടെ കാണുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കറിയത്തില്ല ബാല്യം എന്താണ്, കൗമാരം എന്താണെന്നും അറിയില്ല. എനിക്ക് ആ സമപ്രായക്കാരെ കുട്ടികളെയും കണ്ടില്ല. ഞാൻ വളർന്നതെല്ലാം മുതിർന്ന അച്ഛനമ്മ, ചേട്ടൻ, ചേട്ടത്തി, കുഞ്ഞമ്മമാർ, അപ്പുറത്തെ അപ്പച്ചിയുടെ മോൾ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമയം നിങ്ങൾ മുന്നിലൂടെ കണ്ടു വളർന്നപ്പോൾ എനിക്ക് അന്ന് നേരിട്ട പ്രശ്നങ്ങളെ നീ തിരുത്താനൂടെ ശ്രമിച്ചിരുന്നു. ആസ് എ പേരൻറ്റ്, ആസ് എ ഫ്രണ്ട്, ആസ് എ ചൈൽഡ്, എല്ലാ രീതിയിലും ഞാൻ വളരുകയായിരുന്നു. നല്ല സിനിമയുടെ ഒരു സബ്ജക്റ്റാണിത്. ഞാൻ ഇത് ഫിലോസഫിക്കലി പറയാമല്ല, എൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. അങ്ങനെ വന്ന സമയത്താണ് ഒരു പരിധി വരെ നിന്നോട് ഞാനൊരു സ്ട്രിക്റ്റ് ഡാഡായത്. അതിനുശേഷം മനസ്സിലായി എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഫ്രണ്ടാണ് നീ. എനിക്ക് നിന്നോട് എന്ത് പറയാം, നിനക്ക് എന്നോടൊന്നും പറയാം. കാരണം ഇതിനകത്തൊരു കണ്ടീഷൻസ് ഒന്നുമില്ല അല്ലേ. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീ അറിഞ്ഞ് എന്നോട് ഇടപെടാറുണ്ട്, നിന്റെ കാര്യങ്ങൾ ഞാൻ ഇടപെടാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയായി മാറിയത് എന്ന് ഞാൻ പറയും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അറിയാലോ, ജീവിതം അങ്ങനെയാണല്ലോ. ഇപ്പം ഓരോ തള്ളക്കോഴി ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വിട്ടിട്ട് അത് മാറിപ്പോകുന്ന പോലെ എൻ്റെ ഒരു സമയം ഇപ്പം ഫ്രണ്ടിൽ നിന്ന് ഞാൻ മറ്റൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോവുകയാണ്. ജീവിതം ഒരു പരിവർത്തനമാണ്. ഞാനത് പരിവർത്തനത്തിൻ്റെ പാതയിലൂടെയാണ് പോയത്. ഇപ്പം നീ ഇന്ന് എൻ്റെ മുമ്പിൽ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എൻ്റെ അച്ഛൻ്റെ ഒരു പേരൻറ്റിങ്ങിൻ്റെ സമയം കഴിഞ്ഞു. നീ അഭിരാമിയെ കൂടെ കെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം കിടക്കുകയാണ്. എൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു, വലിയ ചലച്ചിത്രകാരനാണെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ബാല്യകൗമാരങ്ങളിൽ നേരിട്ട പ്രശ്നങ്ങൾ, അതിനുശേഷം ദാമ്പത്യം വന്നപ്പോൾ അവിടെ നേരിട്ട പ്രശ്നങ്ങൾ, കുട്ടികൾ അവരെ വളർത്താൻ വന്ന പ്രശ്നത്തിൽ എൻ്റെ കരിയറാണ് നഷ്ടപ്പെട്ടു പോയത്. നിനക്കറിയാലോ, ഒരുപാട് ടാലൻ്റ് ഉള്ള ഒരാളാണ് ഞാൻ, എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ അതിനെ നർച്ചർ ചെയ്യാനായിട്ട് എൻ്റെ സർക്കംസ്റ്റാൻസസ് അനുവദിച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ പറയുന്ന കൂൾ ഡാഡിൽ നിന്ന് നിൽക്കുന്ന സമയത്ത്, ആസ് എ ഫ്രണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഫോക്കസ് ചെയ്യുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട. എനിക്ക് ചോദിക്കാനുള്ളത് എന്താ പറഞ്ഞത്, സദ്യ ജീവിതം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല. എന്തെങ്കിലും നിനക്ക് മനസ്സിൽ വെച്ച കാര്യം അച്ഛനോട് ചോദിക്കണമെന്ന് കരുതിയിട്ടുണ്ടോ? ഇല്ല, എല്ലാം കവർ ചെയ്തു നമ്മൾ. ഇത് ഈ ഒരു ഓപ്പൺ ടോക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇത് ഞങ്ങളുടെ ജീവിതമാണ്. ഇനി എനിക്കൊന്നും ഇതിനപ്പുറത്തൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ള ചിത്രമൊക്കെ എൻ്റെ വൈഫിനൊക്കെ ആയിരിക്കും അവരുടെ മനസ്സ് സംസാരിക്കാനുള്ളത്. എന്തായാലും ഈ ഒരു സംസാരത്തിൽ മകനും അച്ഛനും ഈ പറയുന്ന ഒരു സ്ട്രിക്റ്റ് ഡാഡിൽ, തന്ത വൈബിൽ നിന്ന് ഒരു കൂൾ ഡാഡിലേക്ക് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയത്, എന്നെക്കാട്ടി കൂടുതൽ അതിൻ്റെ ഒരു ഗുണഭോക്താവായത് മക്കളാണ്. അപ്പോൾ ഓരോ പേരൻസും അങ്ങനെ ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ സദ്യ? അതെ. എന്തായാലും താങ്ക് യു സദ്യ, ഇത്രയും തുറന്ന് സംസാരിച്ചതും എന്നെക്കുറിച്ച് നിനക്കുള്ള സംശയങ്ങളെല്ലാം ഈ ഒരു വേദിയിൽ പൊടിഞ്ഞു വീണതും അല്ലേ ഇല്ലാതായതും ഒക്കെ വലിയ കാര്യമുണ്ട്. വേറെ ഒന്നും നിനക്ക് പറയാനില്ല? ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പം എന്തായാലും ഇത്രയും നേരവും നമ്മളെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരുടെ ജീവിതം ഇതുപോലെ മനോഹരമാക്കണം. ചെറിയൊരു ജീവിതമാണ്. തുടക്കത്തിൽ പറഞ്ഞ നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ നേരിടാനുള്ള കരുത്തൊരു കുടുംബത്തിനുണ്ടായിരിക്കണമെന്നാണ് എനിക്ക് പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും
നല്ലത് നല്ലത് വരട്ടെ.